രണ്ട് സുഹൃത്തുക്കളെ കാരണം ഒരു രാജ്യം തന്നെ യുദ്ധത്തിലോട്ട് പോവുകയാണ്. ഒരാൾ അടിമയും മറ്റൊരാൾ യജമാനനുമാണ്. ഈ രണ്ടാൾക്കാര് ഒരു ദിവസം പെട്ടെന്ന് തെറ്റുവാണ്. ഇവരൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് രണ്ട് ശത്രുക്കളായിട്ട് മാറും. അതെന്ത് തെറ്റിദ്ധാരണയായിരിക്കും? അതുമല്ല, അതിലൊരു കൂട്ടുകാരൻ എങ്ങനെ അടിമയായിട്ട് മാറി, എങ്ങനെ ഒരുത്തൻ യജമാനനായിട്ട് മാറി, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു, ഇത് ഏത് കാലഘട്ടത്തിലാണ് നടക്കുന്നത്, എന്തുകൊണ്ടാണ് യുദ്ധം നടന്നത്, അത് വലിയ യുദ്ധമായിരുന്നോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ അപ്രൈസിംഗ് എന്ന കൊറിയൻ മൂവിയാണ്. കഥയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? സിനിമയുടെ തുടക്കത്തിൽ രാജാവിനെ ചതിച്ച കുറച്ച് ആൾക്കാരെ വെട്ടിക്കൊന്ന് അവരുടെ തല പുഴുതെടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. രാജാവിന്റെ കൂടെ നിന്ന് രാജാവിനെ ചതിച്ചവരെ. ഇതിനുശേഷം ഈ ചതിച്ച ഒരാളെ രാജാവിന്റെ അടുത്ത് കൊണ്ടുവരും. അവന്റെ നിന്ന് രാജാവിന് ഒരു പേപ്പർ കിട്ടുകയാണ്, ഒരു എഗ്രിമെന്റ്. അതെടുത്ത് വായിച്ചു നോക്കുമ്പോൾ രാജാവിന് ദേഷ്യം വരും. അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് മറ്റൊന്നുമല്ല, ഭൂമി ഒരിക്കലും രാജാവിന്റെയോ അല്ലെങ്കിൽ രാജാവിന്റെ കുടുംബത്തിന്റെയോ അല്ല, പകരം അത് മനുഷ്യരുടെയാണ്. മനുഷ്യർക്ക് ഇഷ്ടമുള്ളത് കഴിയാം, അവർക്ക് വേണ്ടത് ചെയ്യാം, അവർക്ക് തോന്നിയതുപോലെ നടക്കാം. എന്തിനാണ് രാജാവ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്? ഇതൊക്കെ കേൾക്കുമ്പോൾ രാജാവിന് ദേഷ്യം വരും. രാജാവിന് ആകെ ദേഷ്യം വന്നിട്ട് അവിടെ തന്നെ ഒരു ഭടൻ ഉണ്ടായിരുന്നു. അയാളുടെ അടുത്ത് ചെന്ന് അയാളെ പിടിച്ച് വലിച്ചെടുത്തോണ്ട് വന്ന് രാജാവിന്റെ സിംഹാസനത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് ആ ഭടനെ അതിനകത്ത് ഇരുത്താനായിട്ട് ശ്രമിക്കും. ആർക്കു വേണമെങ്കിലും രാജാവാണെങ്കിൽ ഈ ഒരു രാജാവിന്റെ ആവശ്യമില്ലല്ലോ, ഇഷ്ടമുള്ളവർക്ക് തോന്നിയ പോലെ ജീവിക്കാമല്ലോ. ആ ഒരു ദേഷ്യത്തിലാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ആ ഒരു എഗ്രിമെന്റ് വായിച്ചതിന്റെ ദേഷ്യത്തില് ബാക്കിയുള്ള ആൾക്കാര്, മന്ത്രിമാരും അവിടെ നിൽക്കുന്ന ബാക്കിയുള്ള എല്ലാ ആൾക്കാരും രാജാവിനോട് തെണ്ടാണ്, രാജാവെ വേണ്ട. അങ്ങനെയുള്ള ചതിയന്മാര് പലതും എഴുതി വെക്കും. അതൊന്നും കേട്ട് രാജാവ് ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല എന്ന്. കട്ട് ചെയ്താൽ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. ഈ രാജാവിനെ ചതിച്ചവരുടെ തലയെല്ലാം വെട്ടി നാട്ടുകാരൊക്കെ സംഘടിക്കുന്ന ഒരു സ്ഥലത്ത് കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും രാജാവിനെ ചതിക്കുകയാണെങ്കിൽ അവരുടെ ഗതിയും ഇത് തന്നെയാണെന്ന് നാട്ടുകാരെ അറിയിക്കാനുള്ള ഒരു വഴി മാത്രമാണത്. അങ്ങനെ നാട്ടുകാർ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുകയാണ്. അന്നേരം ഒരു അടിമേനെ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വലിച്ചെടുത്തോണ്ട് വരും. ഈ വലിച്ചെടുത്തോണ്ട് വരുന്ന അടിമയാണ് നമ്മുടെ ഹീറോന്റെ പേര് ലീ എന്നാണ്. ലീ ഒരു അടിമയാണ്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ അവനെ പിടിച്ചോണ്ട് വന്നേക്കാണ്. നാട്ടുകാരുടെ മുമ്പിലോട്ട് അങ്ങനെ ഇട്ടുകൊടുക്കും. അവനെ കൊല്ലാനായിട്ട് അതിൽ നിന്നൊരു ഭടൻ ഇറങ്ങി വരും. ലീയെ പിടിച്ചു വെച്ചിട്ട് നിന്റെ അവസാനം എന്ന് പറയുമ്പോൾ ലീ അവന്റെ തല വെച്ച് ആ ഭടന്റെ തല നോക്കി ഒറ്റ കുത്താണ്. ഭടൻ തെറിച്ചു വീഴും. ഭടന് ദേഷ്യം വന്നൊരു കത്തിയെടുത്ത് ലീയെ കുത്താനായിട്ട് ചെല്ലുമ്പോൾ അങ്ങോട്ടൊരു പോലീസ് ഓഫീസർ വരുവാണ്. അന്നത്തെ കാലത്തെ പോലീസ് ഓഫീസർ. അതുകൊണ്ട് തന്നെ ലീനെ കൊല്ലാനായിട്ട് സാധിച്ചില്ല. ലീയുടെ പേരിലുള്ള കേസ് മറ്റൊന്നുമല്ല, അവനൊരു വാളെടുത്ത് സ്വന്തം യജമാനന്റെ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു. അതാണ് കേസ്. എന്തായാലും തൽക്കാലത്തേക്ക് ലീനെ കൊല്ലണ്ടെന്ന് ആ ഒരു പോലീസ് ഓഫീസർ പറയുന്നുണ്ട്. ലീക്ക് നല്ല ദേഷ്യമാവുന്നുണ്ട്. അവൻ എങ്ങനെയെങ്കിലും മരണപ്പെട്ടാൽ മതി, ഈ ഒരു ജീവിതത്തിനെക്കാട്ടി നല്ലത് മരണമാണ്. അങ്ങനെ അവൻ അതും ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഈ ലീ എങ്ങനെയാണ് അടിമയായെന്നുള്ള ഫ്ലാഷ് ബാക്ക്. പണ്ട് ലീയുടെ അമ്മ ഒരു അടിമയായിരുന്നു. അമ്മയുടെ മരണശേഷം ലീനെ അവരെ അടിമയാക്കി. അവിടുത്തെ കോർട്ടിന്റെ സംവിധാനങ്ങള് ലീനെ അടിമയാക്കി. ലീന്റെ അച്ഛനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ലീനെ ഒരു യജമാനൻ വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നാൽ ലീ ആണെങ്കിൽ സാധാരണ അടിമകളെ പോലെ അല്ല പെരുമാറുന്നത്. അവനൊരു കുട്ടിയല്ലേ. എന്നാൽ ഈ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾക്ക് ഇഷ്ടപ്പെടാതെ അവന്റെ കയ്യിലിരിക്കുന്ന വടിയൊക്കെ എടുത്ത് എറിയുന്നുണ്ട്, ഒരു വടിയുടെ വാള്. എന്നാൽ അവൻ അയാളെ മൈൻഡ് ചെയ്ത് ആ വടിയുടെ വാളും എടുത്തിട്ടാണ് അങ്ങേരുടെ പിന്നാലെ ചെല്ലുന്നത്. കോടതി വിധിച്ചാൽ വേറൊരു അപ്പീലില്ല, അങ്ങേരുടെ പിന്നാലെ ചെന്നേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അച്ഛനും പ്രശ്നമാവും. ഈ ലീനെ കൊണ്ടുപോകുന്ന മറ്റൊന്നുമല്ല, ഈ രാജാവിന്റെ തൊട്ട് താഴെ തന്നെ കുറച്ച് അധികാരമുള്ള ആൾക്കാരുണ്ട്. അതേപോലെ ഒരാളുടെ വീട്ടിലാണ് ലീനെ അടിമയാക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. അവിടെ തന്നെ കുറെ അധികം അടിമകളുണ്ട്. തുണി കഴുകാനും പാചകം ചെയ്യാനും വീട് വൃത്തിയാക്കാനും പല കാര്യത്തിനും അടിമകളുണ്ട്. ഒരടിമകളുടെ സംസ്ഥാന സമ്മേളനം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയധികം അടിമകൾ അവിടെയുണ്ട്. ഇപ്പൊ ലീന്റെ യജമാനനെ കാണിക്കുകയാണെങ്കിൽ യജമാനൻ ഒരു ഫൈറ്റ് കാണുകയാണ്. യജമാനന്റെ മോനെ പഠിപ്പിക്കാൻ വന്ന സാറും തമ്മിലുള്ള ഫൈറ്റ്. മോൻ ഓരോ തവണ തോറ്റ് തറയിൽ വീഴുമ്പോഴും അവിടെ തന്നെ ഒരു അടിമ പയ്യനുണ്ട്. അവന്റെ കാല് നോക്കി പല തവണയായിട്ട് അടിയും. സ്വന്തം മോനെ അടിക്കില്ല, മോന് കൊടുക്കേണ്ട അടിയെല്ലാം ആ നിൽക്കുന്ന പാവം അടിമ പയ്യൻ അടിയും. അവസാനം ആ പയ്യനാണെങ്കിൽ കുഴഞ്ഞ് താഴെ വീഴാണ്. അവനെ അടിയെന്ന് സഹിക്കാനായിട്ട് കഴിഞ്ഞില്ല. അന്നേരമായിരിക്കും ലീയും അതുപോലെ തന്നെ ലീനെ വാങ്ങിച്ചുകൊണ്ട് വന്ന ആളും ആ ഒരു സ്ഥലത്തോട്ട് കയറി വരുന്നത്. ഈ ഒരു അടിമ പയ്യൻ തറയിൽ കിടന്ന് പെടയുന്നത് കണ്ടിട്ട് പോലും ഈ ഒരു യജമാനൻ ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. ആ പാവപ്പെട്ട അടിമ പയ്യന്റെ വായിന്ന് പതേ ഞൊരയൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ലീയ അങ്ങോട്ട് വലിച്ചെടുത്തോണ്ട് വരുമ്പോൾ ലീ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിക്കും. വാങ്ങിച്ചുകൊണ്ട് വന്ന ആളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിക്കും. ലീക്ക് നല്ല രീതിയിൽ ഫൈറ്റിംഗ് സ്കില്ലൊക്കെ ഉണ്ട്. ഉരുണ്ട് മാറിയൊക്കെ രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ ചെറിയൊരു പിടിവലി നടക്കുന്നുണ്ട്. അവസാനം ഈ യജമാനനാണ് അത് നിർത്താനായിട്ട് പറയുന്നത്. ലീനെ യജമാന്റെ മുമ്പിൽ കൊണ്ടുവരും. അവന്റെ കൈയും കാലും പല്ലൊക്കെ കാണിച്ചു കൊടുക്കും. നല്ല ആരോഗ്യമുള്ള പയ്യനാണ്, അതുകൊണ്ട് തന്നെ കുറെ അധികം വില കൊടുത്തിട്ടാണ് അവനെ വാങ്ങിച്ചതെന്ന്. എന്നാൽ ഫ്രീ കിട്ടിയതല്ലേ. അവന്റെ അമ്മ ഒരു അടിമയായത് കൊണ്ട് തന്നെ അവനെ ഒരു അടിമയാക്കി മാറ്റി. നേരത്തെ താഴെ വീണ ആ പയ്യനില്ലേ, ഞൊരയും പതയും വന്ന് താഴെ വീണ ആ പയ്യൻ ഇപ്പോഴാണ് കുറെ ആൾക്കാർ വന്ന് എടുത്തോണ്ട് പോകുന്നത് അവനെ രക്ഷിക്കാനായിട്ട്. ഇത്രയും നേരം ആ ഒരു യജമാനൻ അവനെ എടുത്തോണ്ട് പോകാനായിട്ട് സമ്മതിച്ചില്ല. അത്രയും വൈകിട്ടാണ് ആ കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്തോണ്ട് പോയത്. പിന്നീടുള്ള നേരങ്ങളിൽ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ലീനെയാണ് അവിടെ പിടിച്ചു നിർത്തി കാല് നോക്കി അടിക്കുക. യജമാന്റെ
മോൻ ഓരോ തവണ തോൽക്കുമ്പോഴും ലീനെയാണ് അടിക്കുക. ലീ ഇതെല്ലാം കൊണ്ട് അടിമയെ പോലെ അവിടെ നിൽപ്പുണ്ട്. കാരണം അവനൊരു അടിമയാണ്, വേറെ വഴിയില്ല, അവനൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അന്ന് രാത്രിയാവുന്ന സമയത്ത് ലീ അടിയെല്ലാം കൊണ്ട് ദേഹത്തെല്ലാം ചോരയായി അങ്ങനെ കിടക്കുകയാണ്. പുറത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്, ആരൊക്കെയോ കരയുന്നത് പോലെ. അതെന്താണെന്ന് അറിയാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോഴാവട്ടെ, ഇന്ന് നമ്മൾ രാവിലെ ഒരു അടിമ പയ്യനെ കണ്ടില്ലായിരുന്നോ, അവൻ മരണപ്പെട്ടു, അവന്റെ അമ്മയും അച്ഛനുമാണ് കരയുന്നത്. ബാക്കിയുള്ള കുറച്ച് ആൾക്കാരും കൂടെ തന്നെയുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ലീക്ക് ആകെ വിഷമാവുകയാണ്. ഒരു പാവപ്പെട്ട പയ്യനാണ് മരണപ്പെട്ടു പോയത്, അതും ആ യജമാനൻ അടിച്ചടിച്ച് അതിനെ കൊന്നു കളഞ്ഞതാണ്. ലീ നോക്കുന്ന സമയത്ത് അവർ രാവിലെ ഒരു വടിയുടെ വാള് കൊണ്ടുവന്നില്ലായിരുന്നോ, തടിവാള്, അത് തീയിലിട്ടേക്കുന്നു. അത് കത്തി നശിക്കാതെ പെട്ടെന്ന് തന്നെ അവൻ പോയി എടുക്കുകയാണ്. അതെടുത്തിട്ട് അവൻ തിരിച്ചു പോകാനായിട്ട് നിൽക്കുമ്പോൾ യജമാനന്റെ മോനെ കാണുന്നുണ്ട്. ഈ മോനാണെങ്കിൽ ലീയെ വിളിക്കും. ലീക്ക് എന്തൊക്കെയോ കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. ലീ അത് ഭയങ്കര ടേസ്റ്റിൽ കഴിക്കുന്നുണ്ട്. കഴിച്ചു കഴിഞ്ഞിട്ട് ലീ അവിടെ നിന്ന് പോകാനായിട്ട് പോവാണ്. ഈ യജമാനന്റെ മോനാണെങ്കിൽ ലീയുടെ അടിമയെ പോലെയൊന്നും അല്ല പെരുമാറുന്നത്. നല്ലൊരു കൂട്ടുകാരനോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലാണ് പെരുമാറുന്നത്. എന്നാൽ ലീ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടുന്ന് പോകാനായിട്ട് ഒരുങ്ങും. യജമാന്റെ മോൻ ചോദിക്കും, എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന്. എന്നാൽ എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ലീ അവിടുത്തെ മതില് ചാടി അവിടെ നിന്ന് ഓടിപ്പോവും. പിറ്റേന്നാകുമ്പോഴായിരിക്കും അവൻ അവന്റെ അച്ഛന്റെ വീട്ടിലെത്തുക. അച്ഛാന്ന് വിളിച്ച് വീട്ടിലെല്ലാം കയറി പരതും. എന്നാൽ അച്ഛനെ കാണാനില്ല. അവസാനം വീടിന്റെ പിന്നിൽ ചെന്ന് നോക്കുമ്പോഴാവട്ടെ അച്ഛൻ മരത്തിൽ കെട്ടിത്തൂങ്ങി മരണപ്പെട്ടേക്കുന്നു. അവന്റെ അച്ഛൻ കുട്ടീനെ നഷ്ടപ്പെട്ട വേദനയിൽ മരണപ്പെട്ടു, തൂങ്ങി മരിച്ചു. അതുമല്ല, അച്ഛന്റെ കണ്ണാണെങ്കിൽ ഒരു കാക്ക ഇരുന്ന് കൊത്തിപ്പറിക്കുന്നു. ഇത് കാണുന്ന ലീ ആ കാക്കേനെ ഓടിക്കാനായിട്ട് ചെന്നതും അങ്ങോട്ട് കുറച്ച് ഭടന്മാര് വന്ന് ലീനെ വീണ്ടും പിടിച്ചോണ്ട് പോവാണ്. ലീ എന്റെ അച്ഛനെ താടാ, എന്റെ അച്ഛനെ എന്നിൽ നിന്ന് പിരിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ലീനെ വലിച്ചെടുത്തോണ്ട് പോവാണ്. കട്ട് ചെയ്താൽ പ്രസന്റിലോട്ട് വരികയാണ്. പ്രസന്റിലോട്ട് വന്നാൽ ലീ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ വീണ്ടും പിടിച്ചോണ്ട് വന്നിരിക്കുകയാണ് ആ ഒരു യജമാനന്റെ മുമ്പിലോട്ട്. പണ്ടത്തെ പോലല്ല, യജമാനൻ ഇപ്പൊ പ്രായമായിട്ടുണ്ട്. അതുപോലെ തന്നെ യജമാനന്റെ മോനും പ്രായമായിട്ടുണ്ട്. ലീനെ പിടിച്ചോണ്ട് വന്നല്ലോ, അവന് ജീവിക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ യജമാനനോട് അവനെ കൊല്ലാനായിട്ട് പറയും. യജമാനൻ ഒരു വാളെടുത്ത് അവനെ നേരെ നീട്ടുമ്പോ അവൻ ആ വാളിൽ കയറി കടിക്കുകയാണ്. യജമാനൻ കുത്തി അവനെ കൊല്ലാനായിട്ട് പോകുമ്പോ യജമാനന്റെ മോൻ അങ്ങോട്ട് വരികയാണ്. ലീയെ യജമാനന്റെ മോൻ ഒരുപാട് ഇഷ്ടമാണ്. ഇവർ തമ്മിൽ കൂട്ടുകാരാണ്, ലീയും അതുപോലെ തന്നെ യജമാനന്റെ മോനും. അതുകൊണ്ട് തന്നെ അച്ഛാ വേണ്ട, ഇവിടെ തന്നെ കുറെ ആൾക്കാർ നോക്കി നിപ്പുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ വാള് വെച്ച് ചെറുതായിട്ടൊന്ന് അമർത്തും, ദേഷ്യം കാരണം. എന്നാൽ ഫുള്ളായിട്ട് വായിൽ കയറുന്നില്ല, കുറച്ച് വാ മുറിയുന്നുണ്ട്. അച്ഛൻ ദേഷ്യം വന്ന് അവിടെ നിന്ന് മാറിപ്പോകുമ്പോ കൂട്ടുകാരനാണെങ്കിൽ ആ വാള് വലിച്ചൂരാണ്. ലീക്ക് ഒന്നും പറ്റാതിരിക്കാനായിട്ട് ലീ വേദന കൊണ്ട് താഴെ വീണിട്ട് ആകെ ദേഷ്യം കൊണ്ട് അലറി വിളിക്കുകയാണ്. അവൻ മരണപ്പെട്ടു പോയില്ലല്ലോ, ലീക്ക് ഇങ്ങനെ ഒരു ജീവിതം വേണ്ട, അടിമയായിട്ടുള്ള ഒരു ജീവിതം വേണ്ട. ലീ കൂട്ടുകാരനോട് പറയും, നീ എന്നെ ഇപ്പൊ കൊന്നില്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കും. നിന്റെ കുടുംബം, നിന്റെ അമ്മ, നിന്റെ അച്ഛൻ, നിന്റെ ഭാര്യ, നിന്റെ മോൻ, ഇവരെ എല്ലാരും ഞാൻ തീയിലിട്ട് ചൂടും. മര്യാദയ്ക്ക് എന്നെ കൊന്നോ, അല്ലെങ്കിൽ എന്നെ വെറുതെ വിടണം. ഇതിലൊന്നെങ്കിൽ നീ ചെയ്തില്ലെങ്കിൽ നിന്റെ കുടുംബത്തിനെ ഞാൻ തീയിലിട്ട് എരിക്കുമെന്ന് പറയുമ്പോൾ കൂട്ടുകാരന് ദേഷ്യം വരുന്നില്ല. കൂട്ടുകാരനെ അറിയാം ലീ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, നല്ലൊരു മനുഷ്യനാണെന്ന്. പക്ഷേ ഇത്രയും പറഞ്ഞത് കൊണ്ട് തന്നെ ലീ അവൻ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കണം. ഇല്ലെങ്കിൽ ശിക്ഷ കൊടുക്കാൻ പോകുന്നത് ഭടന്മാരും അതുപോലെ തന്നെ അച്ഛനും ആയിരിക്കും. അത് വലിയ ശിക്ഷയായിരിക്കും. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാർ ലീയെ ശിക്ഷിക്കാതിരിക്കാനായിട്ട് കൂട്ടുകാരൻ ഭടന്മാരോട് ലീയെ പിടിക്കാനായിട്ട് പറയും. എന്നിട്ട് എന്നോട് ക്ഷമിക്കണം ലീ എന്ന് പറഞ്ഞ് ലീയുടെ കൈ നോക്കി വാള് വെച്ച് ഒറ്റ കുത്താണ്. ആ കുത്തിൽ ഒരു പാട് വരുന്നുണ്ട് അവന്റെ കയ്യിൽ, വലിയൊരു കുത്താണ്. ഒരു കയ്യിൽ കൂടെ കുത്തി അപ്പുറത്ത് വരുന്നുണ്ട്. വീണ്ടും ഫ്ലാഷ് ബാക്കിലോട്ട് പോയാൽ പണ്ട് ഈ കൂട്ടുകാരനാണെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന നേരത്തെ എപ്പോഴും തോറ്റുപോകും. പക്ഷെ ലീ ഇതെല്ലാം നോക്കി അവിടെ നിപ്പുണ്ടായിരിക്കും, അടിയും കൊണ്ടിട്ട്. ലീ ആ പഠിപ്പിക്കുന്ന സാറിന്റെ മൂവ്മെന്റ് എല്ലാം നോക്കി വെച്ചിട്ടുണ്ട്, വാൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം അടി കൊണ്ടിട്ട് രാത്രിയാകുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന കൂട്ടുകാരനെ ചെന്ന് വിളിക്കും. എന്നിട്ട് ലീ പറയും, ബാ നമുക്ക് പ്രാക്ടീസ് ചെയ്യാന്ന്. അങ്ങനെ കൂട്ടുകാരനെയും വിളിച്ചിരുത്തി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. ആ സാറിന് പ്രത്യേകതരം മൂവ്മെന്റ് ആണ്. ഇടത്തോട്ട് പോയാൽ അടുത്തത് വലത്തോട്ടായിരിക്കും. അങ്ങനെ കൂട്ടുകാരന് പറഞ്ഞു കൊടുക്കുകയാണ്. കൂട്ടുകാരൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ വാളിട്ടടിക്കുന്ന ശബ്ദം കേട്ടിട്ട് യജമാനൻ പുറത്തോട്ട് വന്ന് നോക്കും. അതായത് കൂട്ടുകാരന്റെ അച്ഛനാണ്. വന്ന് നോക്കുമ്പോൾ ലീ സ്വന്തം മോനെ വാൾ ഉപയോഗിക്കാനായിട്ട് പഠിപ്പിക്കുന്നു. പിറ്റേ ദിവസം ഫൈറ്റ് നടക്കുന്ന നേരത്ത് കൂട്ടുകാരൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യാണ്. പഴയതുപോലെ തോറ്റു പോകുന്നില്ല, സാറിനെ എതിർത്ത് നിൽക്കുന്നുണ്ട്, സാറിനെ തോപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരന്റെ അച്ഛൻ ലീനെ ഇപ്പൊ അടിക്കാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അതിന് കഴിയുന്നില്ല. അന്നത്തെ ദിവസം ലീക്ക് അടി കിട്ടുന്നില്ല. പിന്നീട് ലീ മാറിയിരുന്ന് അവനെ അടിക്കാനുള്ള ചൂരല് വെട്ടുകയാണ്. അവൻ അടിക്കുള്ള ചൂരല് അവൻ തന്നെ വെട്ടുകയാണ്. അന്നേരം കൂട്ടുകാരൻ വന്നിട്ട് ഇനി തൊട്ട് ചൂരലിന്റെ ആവശ്യമൊന്നുമില്ല, കാരണം അച്ഛൻ പറഞ്ഞു ഇനി തൊട്ട് നീയാണ് എനിക്ക് പ്രാക്ടീസ് തരാൻ പോണേന്ന്, നീയാണ് എന്റെ സാറെന്ന്, അതുകൊണ്ട് ചൂരലിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ലീക്ക് ഒരുപാട് സന്തോഷമാവും. ലീ ആ ചൂരലെടുത്ത് ഒടിച്ചു കളയാണ്. കൂടെ തന്നെ കൂട്ടുകാരനും ആ ചൂരലെടുത്ത് ഒടിച്ചു കളയും. കൂട്ടുകാരന് ഇഷ്ടമല്ല കേട്ടോ ആരെയും കൂട്ടുകാരന് കാരണം അടി കൊള്ളിക്കുന്നത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ലീ അടി കൊള്ളുന്നതും കൂട്ടുകാരന് ഇഷ്ടമല്ല. ഇതിനെല്ലാം കൂട്ടുകാരന് എതിരായിരുന്നു. അങ്ങനെ ഇവര് നല്ല സുഹൃത്തുക്കളായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്. പിന്നെ ലീ അവന്റെ കുടുംബത്തിനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞത് ചുമ്മാതാണ്, ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞതാണ്. അങ്ങനെ അടുത്ത ഫ്ലാഷ് ബാക്കിലോട്ട് കൊണ്ടുപോവാണ്. ഇപ്പം നമ്മൾ കണ്ടത് ഫ്ലാഷ് ബാക്ക് ആണ്, ഇനി കാണാൻ പോകുന്നത് ഫ്ലാഷ് ബാക്ക് ആണ്. ഇവര് വളർന്ന് വലുതായതിനു ശേഷം ലീ തന്നെയാണ് കൂട്ടുകാരന് പ്രാക്ടീസ് കൊടുക്കാറ്. ലീ നല്ല രീതിയിൽ പെർഫോം
ചെയ്യുന്നുണ്ടെങ്കിലും കൂട്ടുകാരൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല. അങ്ങനെ കൂട്ടുകാരന്റെ എക്സാം ആവുകയാണ്. ഈ എക്സാം എഴുതിയാൽ മാത്രമേ അവന് ഏതെങ്കിലും ജോലിയിൽ പ്രവേശിക്കാനായിട്ട് കഴിയത്തുള്ളൂ. രാജാവിന്റെ അടിമയായിട്ടോ അല്ലെങ്കിൽ രാജാവിന്റെ കാവൽക്കാരനായിട്ടോ അങ്ങനെ എന്തെങ്കിലും ജോലി. അപ്പൊ വാള് വെച്ചുള്ള എക്സാമിനായിട്ട് ലീ ആണ് കൂട്ടുകാരനെ കൊണ്ടാക്കുന്നത്. കൂട്ടുകാരൻ ബായും പറഞ്ഞ് എക്സാമിന് പോവും. പക്ഷേ തോറ്റിട്ടാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ അച്ഛൻ കൂട്ടുകാരനെ ഒരുപാട് വഴക്ക് പറയും. നീ നമ്മുടെ കുടുംബത്തിന്റെ മാനം കളയും എന്നൊക്കെ പറയും. എന്നാൽ ലീ ഓടി വന്നിട്ട് കൂട്ടുകാരന്റെ അച്ഛന്റെ മുമ്പിൽ കുമ്പിട്ടിരുന്നിട്ട് അയാളോട് പറയും, കൂട്ടുകാരന് പകരം ഞാൻ ആ എക്സാം എഴുതിക്കോളാം. നിങ്ങൾ ഒരുപാട് അധികാരമുള്ള മനുഷ്യനല്ലേ, നിങ്ങൾ വിചാരിച്ചാൽ അത് സാധിക്കും. ലീക്ക് പകരം ഞാൻ എന്തായാലും ആ എക്സാമിന് പോയിട്ട് ഞാൻ ജയിച്ചിട്ടേ തിരിച്ചു വരത്തുള്ളൂ. അതിന് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരന്റെ അച്ഛൻ അതിന് സമ്മതിക്കും. ലീയെ വെച്ച് എക്സാം എഴുതിപ്പിക്കുകയല്ല, അത് പ്രാക്ടിക്കലാണ്. ആ വാൾപ്പയറ്റിൽ വിടുവാണെങ്കിൽ ലീ എന്തായാലും ജയിച്ചിട്ടേ തിരിച്ചു വരൂ. അത് ആ അച്ഛൻ അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ചെയ്യാണ്. ലീനെ കൊണ്ടാക്കാനായിട്ട് അടുത്ത എക്സാമിന് കൂട്ടുകാരനാണ് ചെല്ലുന്നത്. ലീ പോയി എക്സാമിന് പങ്കെടുത്ത് എക്സാം വിജയിക്കുന്നുണ്ട്. വിജയിച്ചതിന് ട്രോഫി ആയിട്ട് ഒരു കത്തിയും അതുപോലെ തന്നെ തലയിൽ വെക്കുന്ന എന്തോ ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. അച്ഛന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള ആൾക്കാരെല്ലാരും അറിഞ്ഞിരിക്കുന്നത് അത് കൂട്ടുകാരൻ കൊണ്ടുവന്ന ട്രോഫിയാണ്. കൂട്ടുകാരനാണ് എക്സാമിന് പോയി ജയിച്ച് ട്രോഫി കൊണ്ടുവന്നതെന്ന്. പക്ഷെ കൂട്ടുകാരന് പകരം അത് പ്രാക്ടിക്കലി ആയിട്ട് ചെയ്തത് മറ്റാരുമല്ല, അത് ലീ തന്നെയാണ്. പിന്നെ ലീ എക്സാം വിജയിച്ചു വരുവാണെങ്കിൽ ലീനെ വെറുതെ വിടാം, അടിമ മോചനമാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ പ്രസന്റിലോട്ട് വന്നാൽ അതെനിക്ക് ചെയ്തിട്ടില്ല. ലീനെ പിടിച്ചോണ്ട് വന്ന് അവിടെ കെട്ടിയിട്ടേക്കാണ്, ഒരു ഷെഡിൽ കെട്ടിയിട്ടേക്കാണ്. ലീക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിച്ചിട്ടില്ല. ഇതേ നേരം കടലിൽ പോയ രണ്ടാൾക്കാരെ കാണിക്കുകയാണ്. അവര് കടലിൽ മീൻ പിടിക്കാനോ മറ്റോ പോയി നിൽക്കുമ്പോൾ ഒരു പക്ഷി അങ്ങനെ ആകാശത്ത് നിശ്ചലമായിട്ട് നിൽക്കുന്നു. ആ പക്ഷി അടുത്തടുത്ത് വരുമ്പോഴാണ് ഇവരൊരു കാര്യം ശ്രദ്ധിക്കുക. അത് മറ്റൊന്നുമല്ല, ജപ്പാൻകാരുടെ ഷിപ്പുകളാണ്. കൊറിയയിലോട്ട് ആക്രമിക്കാൻ വന്ന ജപ്പാൻകാരുടെ ഷിപ്പുകളാണ്. ഇത് കണ്ട് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി അടുത്തതായിട്ട് യുദ്ധം വരാൻ പോവാണ്. യുദ്ധം ചെയ്യാൻ പോകുന്നത് ജപ്പാൻകാരും കൊറിയക്കാരും ആണെന്ന്. വലിയൊരു യുദ്ധം തന്നെ വരാൻ പോവാണ്. പ്രസന്റിലോട്ട് വന്നാൽ ഈ വിവരം കൂട്ടുകാരൻ അറിഞ്ഞിട്ടുണ്ട്. രാജാവിനെ സഹായിക്കാനായിട്ട് കൂട്ടുകാരൻ എന്തായാലും പോയേ പറ്റൂ. അതുകൊണ്ട് തന്നെ അമ്മേനെയും ഭാര്യേനെയും വന്ന് കാണും. അവന് യുദ്ധത്തിന് പോകണം, രാജാവിനെ സഹായിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ ഈ ഭാര്യയ്ക്ക് ഒരു മോനുണ്ട് കേട്ടോ. ഭാര്യയ്ക്ക് മാത്രമല്ല, കൂട്ടുകാരനും ഭാര്യയ്ക്കും കൂടെ ഒരു മോനുണ്ട്. യുദ്ധത്തിന് പോണേ മുമ്പ് കൂട്ടുകാരൻ ലീന വന്ന് കാണാണ്. അതുപോലെ തന്നെ അവന്റെ കയ്യിലുള്ള പൂട്ട് അഴിച്ചു കൊടുക്കാനായിട്ട് അവിടെ നിൽക്കുന്ന ഭടന്മാരോട് പറയുന്നുണ്ട്. കാരണം ലീനെ കൂട്ടുകാരൻ എത്ര ഇഷ്ടമാണ്. ലീന എന്ത് വായി തോന്നിയത് വിളിച്ചു പറഞ്ഞാലും ലീ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നല്ലൊരു കൂട്ടുകാരനാണെന്ന് കൂട്ടുകാരനെ അറിയാം. കൂട്ടുകാരൻ യുദ്ധത്തിന് പോകാനായിട്ട് അവന്റെ വാൾ എടുക്കാനായിട്ട് റൂമിൽ വരും. എന്നാൽ ആ വാള് കാണാനായിട്ടില്ല. കൂടെ തന്നെ ഒരു അടിയാളും ഉണ്ട്. അടിയാളിനോട് വാൾ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ പേടിക്കണ്ട, വാൾ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തിച്ചോളാം. ചിലപ്പോൾ ആരെങ്കിലും എടുത്തോണ്ട് പോയതായിരിക്കും, അവരുടെ നിന്ന് ഞാൻ പിടിച്ചു വാങ്ങിച്ചോണ്ട് വന്ന് നിങ്ങളെ തന്നെ തരാന്ന് പറഞ്ഞ് കൂട്ടുകാരൻ അവിടെ നിന്ന് പറഞ്ഞു വിടും. ആ അടിയാള് പിന്നീട് പുറത്തോട്ട് ഇറങ്ങി വരും. അവിടെ തന്നെ കുറെ അധികം അടിമകളുണ്ട്. ആ അടിമകളിൽ ഒരാളോട് ചോദിക്കും, എവിടെടാ കത്തിയെന്ന്. എന്നാൽ അയാൾ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അയാളെ പൊതിരെ തള്ളി അയാൾ കത്തി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കത്തി വാങ്ങാനായിട്ട് ശ്രമിക്കും. എന്നാൽ നിർത്തുന്ന് പറഞ്ഞ് ദൂരെ നിന്നൊരു ശബ്ദം കേൾക്കാം. കയ്യിൽ തന്നെ വാളുമുണ്ട്, കൂട്ടുകാരന്റെ വാളുമുണ്ട്. ഇപ്പൊ ആ വാള് പിടിച്ചോണ്ട് നിൽക്കുന്ന ആള് വരും, കുറെ ആൾക്കാരെയും കൂട്ടിയിട്ട്. ഇവരെല്ലാരും അടിമകളാണല്ലോ. ഈ അടിമകളെ ഇവിടെ പിടിച്ചു നിർത്തി ജോലി ചെയ്യിപ്പിക്കുകയാണ്, ഒരു കൂലി പോലും കൊടുക്കാതെ. ആ ഒരു വൈരാഗ്യത്തിൽ ഈ അടിമകളെല്ലാം കൂടെ സംഘടിച്ച് ഈ ഒരു അടിയാളിനെ വന്ന് ആക്രമിക്കും. അടിയാളിനെ കൊന്നു കളയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഈ വീടിനെല്ലാം തീ കൊളുത്തുകയാണ്. അതുപോലെ തന്നെ ഈ അടിമകൾക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ട്. പെണ്ണടിമകളെല്ലാം കൂടെ ഈ എഗ്രിമെന്റ് എടുത്തിട്ട് കൂട്ടുകാരന്റെ അമ്മേനെ ചെന്ന് കാണും. ഈ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾ അടിമകളായിട്ടിരിക്കൂ, ഇത് കൊണ്ടുപോയി തിന്നെന്ന് പറഞ്ഞ് ആ ഒരു പേപ്പർ കത്തിച്ച് അമ്മയുടെ മുകളിൽ കൂടെ തുണിയിട്ട് അമ്മേനെ മൊത്തത്തിൽ കത്തിച്ച് കൊന്നു കളയാണ്. അതുപോലെ തന്നെ ആ ഒരു സ്ഥലം മൊത്തം തീയിട്ട് കത്തിക്കുന്നുണ്ട്. അടിമകളാണ് ഈ പരിപാടി ചെയ്തത്. വീട്ടിൽ കൂട്ടുകാരനും ബാക്കി ഭടന്മാരും ഇല്ലാത്ത സമയത്ത് അടിമകളാണ് ഇത് ചെയ്തത്. അതുമല്ല, ഈ ഒരു സ്ഥലത്തുള്ള രാജാക്കന്മാരും അതുപോലെ തന്നെ ഭടന്മാരും എല്ലാരും യുദ്ധത്തിന് പോയിക്കുകയാണ്. ആ സമയം തന്നെയാണ് ഇവരിങ്ങനെ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ എതിർക്കാനായിട്ട് ആരുമില്ല. കുറച്ചു നേരം കഴിയുമ്പോൾ കൂട്ടുകാരന്റെ അച്ഛൻ അകത്തോട്ട് കയറി വരികയാണ്. വന്ന് നോക്കുമ്പോൾ വീടെല്ലാം കൂടെ നിന്ന് കത്തുന്നു. പിന്നിലൂടെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, കുറച്ചധികം ആൾക്കാർ. ഇവരെല്ലാരും അടിമകളാണ്. ഈ അടിമകളെല്ലാം അച്ഛനെ വളഞ്ഞിട്ട് അച്ഛനെ പലതവണയായിട്ട് കുത്തി കുത്തി കൊന്നുകളയാണ്. ഈ നേരം ലീനെ കാണിക്കുകയാണെങ്കിൽ ലീ എന്തോ ഒരു ശബ്ദം കേട്ട് ഞെട്ടി എണീറ്റിട്ടുണ്ട്. അവന്റെ കയ്യിൽ പൂട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ചാടി എണീറ്റ് പുറത്തോട്ടിറങ്ങി വന്ന് നോക്കുമ്പോഴാവട്ടെ മൊത്തം നിന്ന് കത്തുന്നുണ്ട്. അതുമല്ല, അച്ഛനെ അവിടെ കെട്ടിത്തൂക്കി വാളിന് കുത്തി വെച്ചേക്കുന്നു. പിന്നെയും മുമ്പോട്ട് നടക്കുമ്പോൾ ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കാം. അത് കൂട്ടുകാരന്റെ കുട്ടിയാണ്. മുമ്പോട്ട് ചെന്ന് നോക്കുമ്പോഴാവട്ടെ കൂട്ടുകാരന്റെ ഭാര്യയ്ക്കൊന്നും പറ്റിയിട്ടില്ല. ആ അടിമകള് ഭാര്യനെ ഒന്നും ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ കുട്ടീനെ ഒന്നും ചെയ്തിട്ടില്ല. പേടിക്കണ്ട, ഞാൻ നിങ്ങളെ രക്ഷിക്കാന്ന് പറഞ്ഞ് ലീ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഈ ഭാര്യ ആണെങ്കിൽ പേടിച്ചിട്ട് ഒരു കത്തി എടുത്ത് ലീയുടെ നെഞ്ചത്ത് തന്നെ കുത്തുകയാണ്. എന്നിട്ട് ലീയോട് പറയും, നീ എന്നെ തൊടാനായിട്ട് ശ്രമിക്കുന്നോ? നീ വേറൊരു അടിമയാണ്, വേറൊരു നായിയാണ്, എന്നെ തൊടാൻ ശ്രമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ കുട്ടീനെയും കൊണ്ട് തീയിലോട്ട് നടന്നെടുക്കാനായിട്ട് ശ്രമിക്കും. ആ ഒരു വീടിനുള്ളിലോട്ട് കയറാനായിട്ട് ശ്രമിക്കും. ലീ വേണ്ട എന്ന് പരമാവധി പറഞ്ഞു നോക്കുമെങ്കിൽ അവൾ കേൾക്കില്ല. പെട്ടെന്ന് തന്നെ ആ ഒരു ബിൽഡിംഗ് തകർന്ന് ആ കുട്ടിയുടെ അമ്മയുടെയും ദേഹത്തൂടെ വീഴാണ്. അവിടെ വെച്ച് തന്നെ രണ്ടുപേരും മരണപ്പെട്ടു പോകുന്നുണ്ട്. ലീക്ക് ഇത് നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ലീയുടെ മുമ്പിൽ വെച്ച് തന്നെ കൂട്ടുകാരൻ
കൂട്ടുകാരന്റെ കുടുംബം മൊത്തം നശിച്ചു പോയിട്ടുണ്ട്. കുറെ നേരം കഴിയുമ്പോൾ കൂട്ടുകാരന്റെ ഒരു ഭടൻ അങ്ങോട്ട് വരുന്നുണ്ട് ആ വീട്ടിലോട്ട് എന്തോ ഒരു വിവരം പറയാനായിട്ട്. വന്ന് നോക്കുമ്പോൾ വീടെല്ലാം കത്തുകയാണ്. അതുമല്ല വീട്ടിൽ നിന്ന് ലീ ഇറങ്ങി പോകുന്നുണ്ട്. ലീ ഒരു കുതിര പുറത്തിറങ്ങി പോകുന്നുണ്ട്. ഇതാണ് ആ ഭടൻ കാണുന്നത്. ഭടൻ എന്താ വിചാരിക്കുക, ഈ ഒരു പരിപാടികളെല്ലാം ചെയ്തത് ലീ ആണെന്നാണ്. ഇതേ നേരം രാജാവും അതുപോലെ തന്നെ കൂട്ടുകാരനും വേറെ കുറച്ച് ഭടന്മാരും രാജ്ഞിയും എല്ലാരും കൂടെ യുദ്ധത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്ഞിനെ ചുമന്നുകൊണ്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഈ രാജ്ഞിയാണെങ്കിൽ തെന്നി താഴെ വീഴുന്നുണ്ട്. ആ ഒരു കൊണ്ടുപോകുന്ന വണ്ടിയിൽ നിന്ന് തെന്നി താഴെ വീഴുന്നുണ്ട്. എന്നാൽ ഈ രാജാവ് അത് വലിയ കാര്യമൊന്നും ആക്കുന്നില്ല. എന്നാൽ രാജ്ഞി ഒരു കാര്യം കണ്ട് ഞെട്ടുന്നുണ്ട്. എല്ലാരും കൂടെ എന്താ സംഭവം എന്ന് അറിയാനായിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാവട്ടെ ആ ഒരു കൊട്ടാരം മൊത്തം നിന്ന് കത്തുന്നുണ്ട്. ഇവരെന്താ ആദ്യം വിചാരിക്കുക, ജപ്പാൻകാർ അവരെ ആക്രമിക്കാനായിട്ട് കൊട്ടാരത്തിലെത്തിയെന്നാണ്. എന്നാൽ ജപ്പാൻകാർക്ക് ഇത്രയും പെട്ടെന്ന് കൊട്ടാരത്തിൽ കയറാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ഇതിന്റെ പിന്നിലെല്ലാം ആ ഒരു സ്ഥലത്തെ ജനങ്ങളാണെന്ന് രാജാവിന് മനസ്സിലായി. സ്വന്തം ജനങ്ങൾ തന്നെ കൊട്ടാരം കത്തിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ രാജാവ് വിചാരിച്ചത് സത്യമായിരുന്നു. ആ അടിമകളെല്ലാം കൂടെ ചേർന്ന് കൊട്ടാരം തീയിട്ട് നശിപ്പിച്ചു. ലീ കുതിരപ്പുറത്ത് വന്ന് നോക്കുമ്പോൾ ഈ ഒരു കാര്യമാണ് കാണുന്നത്. കൊട്ടാരം മൊത്തത്തിൽ നിന്ന് കത്തുന്നു. ഒരു കലാപമാണ് ഇവിടെ നടക്കുന്നത്. അടിമകളെല്ലാം കൂടെ പ്രതികരിക്കാനായിട്ട് തുടങ്ങി. അവരെ ഇത്രയും നാൾ പിടിച്ചു വെച്ചതിന്റെ ദേഷ്യമെല്ലാം ആ രാജകൊട്ടാരത്തിലും രാജകുടുംബത്തിലും തീർക്കാനായിട്ട് തുടങ്ങി. ഇതേ നേരം ജപ്പാൻ സൈന്യമാണെങ്കിൽ അവരെ ആക്രമിക്കാനായിട്ട് കരമാർഗം വരുന്നുണ്ട്. ജപ്പാനിലെ ഒരു കമാൻഡറും വേറെ കുറച്ച് ഭടന്മാരുമായിട്ട്. പിറ്റേ ദിവസം ആകുമ്പോൾ ഈ ഒരു സ്ഥലത്തോട്ട് ചെല്ലുകയാണ്. അവിടെ തന്നെ കുറെ ജനങ്ങൾ കൂടി നിൽപ്പുണ്ട്. നേരത്തെ നമ്മൾ കണ്ട അടിമകളായിട്ടുള്ള ജനങ്ങളല്ല, എന്നാൽ അവരെ പോലത്തെ അല്ലാത്ത വേറെ അടിമകളായിട്ടുള്ള ജനങ്ങൾ. നേരത്തെ തിരിഞ്ഞുകൊത്തിയ അടിമകളായിട്ടുള്ള ജനങ്ങളല്ലേ നമ്മൾ കണ്ടത്. ഇത് രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന മനുഷ്യരാണ് അവര്. ലീ ഇപ്പൊ ഇട്ടേക്കുന്നത് കൂട്ടുകാരന്റെ ഡ്രസ്സാണ്, കൂട്ടുകാരന്റെ രാജ ഡ്രസ്സ്. എല്ലാരും വിചാരിക്കുക ലീ ആണ് ഇവിടത്തെ സൈനികനെന്ന്. അതുകൊണ്ട് തന്നെ ലീ പറയുന്നത് കേൾക്കാന്ന് എല്ലാരും വിചാരിക്കും. ലീ അങ്ങോട്ട് വന്നിട്ട് ഒരു പ്രസംഗം കൊടുക്കുകയാണ്. ആർക്കൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അറിയാം, ഈ രാജ്യത്തിനെ രക്ഷിക്കണമെങ്കിൽ, ജപ്പാൻകാരിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ നമ്മൾ അതിനെതിരെ യുദ്ധം ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ കൂടെ ചേരണം. ആ ഒരു സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ചേർന്നോളാന്നും പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട അടിമകളല്ല, ഇത് വേറെ തരം ജനങ്ങളാണ്. ഇവരും അടിമകളാണ്. ഇവർ കൂടെ നിൽക്കുന്നതിന്റെ കാരണം മറ്റൊന്നല്ല, ഇവരെ അടിമ മോചനം നടത്താന്ന് പറയുന്നുണ്ട്. ഈ ഒരു യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഇവരെ അടിമ മോചനം നടത്താന്ന് പറയുന്നുണ്ട്. ഈ നേരം ജപ്പാൻ സൈന്യം ഒരു ഗ്രാമത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കൊറിയയിലെ തന്നെ ഒരു ഗ്രാമത്തിൽ. ആ ഗ്രാമത്തിൽ വന്ന് ഓരോ ജനങ്ങളായിട്ട് വെട്ടി കൊല്ലുന്നുണ്ട്. അതിലൊരു മന്ത്രവാദിനെ പിടിച്ചോണ്ട് വരികയാണ്. ചെറിയ ചെറിയ മന്ത്രവാദങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ലേഡീനെ. ആ ലേഡീനെ പിടിച്ചോണ്ട് വരുമ്പോൾ അവർ പറയുന്നുണ്ട്, നീക്ക് നരകത്തിൽ കിടന്ന് പുഴുക്കോടാന്ന്. എന്നാൽ ആ ഒരു കമാൻഡർ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, ഒരു കത്തിയെടുത്ത് ആ ലേഡിയുടെ വായിൽ തന്നെ കുത്തി കയറ്റുകയാണ്. ആ ലേഡി അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോകുന്നുണ്ട്. ഈ നേരം രാജാവാണെങ്കിൽ ഒരു സ്ഥലത്ത് വിശ്രമിക്കാനായിട്ട് വന്നിട്ടുണ്ട്. രാജാവിന് നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ലേഡികൾ രാജാവിന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്നാൽ രാജാവ് അതിനകത്തൊരു ഉണക്കമീൻ കണ്ടിട്ട് അതെടുത്തെറിയും. എനിക്ക് ആ മീൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു കല്ല് വന്ന് രാജാവിന്റെ മുഖത്ത് തന്നെ അടിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ടില്ലേ കുറച്ച് അടിമകള്, അവര് പ്രക്ഷോഭം നടത്താനായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. രാജാവിന് നേരെ കല്ലെറിയാനായിട്ട് തുടങ്ങും. ഇത് വേണ്ട, ഇത് ശരിയല്ല, അത് രാജാവെന്ന് പറയുമ്പോൾ ആ അടിമകളായിട്ടുള്ള ജനങ്ങൾ കേൾക്കുന്നില്ല. അവർക്ക് മോചനം വേണമെന്ന് പറഞ്ഞ് കല്ലെറിയാനായിട്ട് തുടങ്ങും. അവരുടെ അവകാശങ്ങൾ പിടിച്ചു വയ്ക്കാൻ രാജാവ് ആരാണെന്ന് ചോദിച്ച് കല്ലെറിയാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളും രാജാവിന്റെ ടീംസുമായിട്ട് യുദ്ധം നടത്തും. രാജാവ് എറിയൊന്നും കൊള്ളാതെ രക്ഷപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും രാജാവിന്റെ പടകൾ അവർക്കെതിരെ എതിർത്ത് നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ കൂട്ടുകാരനും ഉണ്ട് കേട്ടോ. ഈ യുദ്ധം നടക്കുന്ന നേരത്ത് കൂട്ടുകാരനെ കാണാനായിട്ട് നമ്മൾ നേരത്തെ ഒരു ഭടനെ കണ്ടില്ലായിരുന്നോ? ലീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ട ഒരു ഭടൻ. ആ ഭടൻ വന്ന് ലീയോട് വിവരം പറയും, നിങ്ങളുടെ വീടെല്ലാം കത്തി നശിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ലീ ഇറങ്ങി പോകുന്നതാണ് ഞാൻ കണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി എല്ലാം മരണപ്പെട്ടു പോയെന്ന്. കൂട്ടുകാരനാകെ തകർന്ന് അവിടെ നിന്ന് പോവാണ്. സ്വന്തം ഫാമിലി നഷ്ടപ്പെട്ടു പോയി. കുട്ടി, അമ്മ, അച്ഛൻ, ഭാര്യ എല്ലാവരും നഷ്ടപ്പെട്ടു പോയെന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ തളർന്ന് അവിടെ നിന്ന് പോവാണ്. എന്നാൽ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ഈ അടിമകളായിട്ടുള്ള ജനങ്ങൾ കൂട്ടുകാരനെ ബാക്കിയുള്ള ആൾക്കാരെയും കൊന്നുകളയും. അതുകൊണ്ട് തന്നെ കൂട്ടുകാരൻ ഈ ഒരു ദേഷ്യം, കുടുംബം നഷ്ടപ്പെട്ട ദേഷ്യം മൊത്തം അവിടെ നിൽക്കുന്ന ആക്രമിക്കാൻ വന്ന് അടിമകളായിട്ടുള്ള ജനങ്ങളുടെ നേർക്ക് തീർക്കാണ്. അവരെല്ലാരെയും കുത്തി കുത്തി കൊന്നുകളയാണ്. ഈ നേരം ജപ്പാൻ സൈന്യക്കാര് ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ആ സ്ഥലത്ത് തന്നെ ലീൻ ടീംസും ഉണ്ട്. ഈ ജപ്പാൻകാർ വരുമെന്നവർക്ക് നേരത്തെ അറിഞ്ഞിട്ട് ജപ്പാൻകാരെ ആക്രമിക്കാനായിട്ട് നമ്മുടെ ലീൻ ടീംസ് അവിടെ ഒളിഞ്ഞിരുന്നതാണ്. ജപ്പാൻകാർ വന്നതും ആക്രമിക്കാനായിട്ട് തുടങ്ങും. ജപ്പാൻകാരിൽ തോക്കൊക്കെ ഉണ്ടെങ്കിലും ലീ എങ്ങനെയൊക്കെയോ അവരുടെ ഇടയിൽ കയറിയിട്ട് വാള് വെച്ച് പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവനെ കൊണ്ട് കഴിയുന്നുണ്ട്. ജപ്പാൻകാരിലുള്ള ആ കമാൻഡർ ഇത് കണ്ടൊന്ന് അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. ലീ അത്രയും നല്ല രീതിയിൽ തോക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ വാള് വെച്ച് പിടിച്ചു നിൽക്കുന്നില്ലേ. അതുപോലെ തന്നെ ഈ ഒരു സർക്കസ് ഒക്കെ കാണിക്കുന്ന ഒരു കുഞ്ഞിപ്പയ്യനും ലീയുടെ ടീമിൽ തന്നെ ഉണ്ട്. ലീയുടെ ഒരു വിശ്വസ്തനായി മാറിയിട്ടുണ്ട് ആ ഒരു കുഞ്ഞിപ്പയ്യൻ. അങ്ങനെ ലീ ഫൈറ്റ് ചെയ്യുന്ന നേരത്ത് രാജാവിനെയും ടീംസിനെയും കാണിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഒരു ബോട്ട് ഉണ്ടായിരുന്നു. ആ രാജാവും ടീംസും കൂടെ ബോട്ടിൽ ഓടി വന്ന് കയറുകയാണ്. രാജാവിനെ ആക്രമിക്കാനായിട്ട് അടിമകളായിട്ടുള്ള ജനങ്ങൾ വരുമെങ്കിലും രാജാവിന്റെ ഭടന്മാര് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ജനങ്ങൾ കൊന്നിട്ടുണ്ട്. എന്തായാലും ഉള്ള ഭടന്മാരെല്ലാരും കൂടെ ബോട്ടിൽ കയറിയിട്ട് ഈ ബോട്ടിലോട്ട് അടുക്കുന്ന ആൾക്കാരെ എല്ലാരെയും വെട്ടിക്കൊല്ലാനായിട്ട് തുടങ്ങും. എന്തായാലും എങ്ങനെയെങ്കിലൊക്കെ ബോട്ട് എടുത്ത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. മറു സൈഡിൽ ജനങ്ങളാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ജപ്പാൻ
ജപ്പാൻ സൈനികരാണ്. രണ്ട് സൈഡിൽ നിന്നും ആക്രമണങ്ങൾ വരുന്നുണ്ട്. ഇവർ പെട്ടൊരവസ്ഥയാന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ബോട്ട് എടുത്ത് പോകുന്ന നേരത്തെ തന്നെ രാജാവ് പറയുന്നുണ്ട്, ഇങ്ങനെ ചെയ്ത അടിമകളെ ഒന്നും വെറുതെ വിടാനായിട്ട് പാടില്ല. അവരെ എല്ലാവരെയും കുടുംബത്തോടെ തന്നെ കത്തിക്കണം. അവരെ ജീവിക്കുന്ന ഗ്രാമങ്ങളെല്ലാം കത്തിക്കണം. അവരെ പട്ടിണിക്കിടണം എന്നൊക്കെ ഈ രാജാവ് നല്ല ദേഷ്യത്തിൽ പറയാണ്. ബാക്കിയുള്ള ആൾക്കാർ ഇതൊക്കെ കേട്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങൾക്ക് ജനങ്ങൾക്കെതിരെ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ നേരം ലീയെ കാണിക്കുകയാണെങ്കിൽ ലീ ഫൈറ്റ് ചെയ്ത് ഒരു ജപ്പാൻ പട്ടാളക്കാരന്റെ തല തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. ആ തലയെടുത്ത് നേരെ കമാൻഡറിന്റെ അടുത്ത് ചെല്ലും. അവിടെ തന്നെ ജപ്പാൻ പട്ടാളക്കാരുണ്ട്. എന്നാൽ കമാൻഡർ പറയും, അവനെ എനിക്ക് വേണം, അവനെ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വിടുന്നു. അതുകൊണ്ട് തന്നെ ലീയും ആ ഒരു ജപ്പാൻ കമാൻഡറുമായിട്ട് ഫൈറ്റ് ചെയ്യും. ഈ ഫൈറ്റിന്റെ ഇടയിൽ ലീക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്താ, നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലേ? നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ലീ ചോദിക്കുമ്പോൾ, എനിക്ക് വിശക്കുന്നുണ്ട്, കഴിക്കാനായിട്ട് കുറച്ച് ചോറ് തരുമെന്ന് ലീ ചോദിക്കും ആ ഒരു കമാൻഡറിന്റെ അടുത്ത്. എന്നാൽ നിനക്ക് ചോറും ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ലീ ആയിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ ഫൈറ്റിന്റെ ഇടയിൽ ലീയുടെ കത്തി തെറിച്ചു പോകുന്നുണ്ട്. തൊട്ട് താഴെ തന്നെ കൊക്കയാണ്. എന്നാൽ ആ കത്തി വിട്ടുകൊടുക്കാനായിട്ട് ലീക്ക് മനസ്സ് വരുന്നില്ല. ആ കത്തി നിങ്ങൾക്ക് മനസ്സിലായോ? ലീ എക്സാം പാസ്സായി കൊണ്ടുവന്ന കത്തിയാണ്. എന്നാൽ ജനങ്ങളെല്ലാം വിചാരിച്ചിരിക്കുന്നത് അത് കൂട്ടുകാരന്റെ കത്തിയാണെന്നാണ്. എന്നാൽ അവൻ എപ്പോഴും എടുത്തോണ്ട് പോവുക ആ കത്തിയാണ്. അത് അവൻ അവകാശപ്പെട്ട കത്തിയാണ്. ആ കത്തി തെറിച്ചു പോകുന്നത് കണ്ടതും അവൻ ആ കത്തിയുടെ പിന്നാലെ ചാടി വീഴാണ്. ആ കത്തി കൈകൊണ്ട് പിടിച്ചിട്ട് ഒറ്റ വെട്ടാണ്. കൊക്കയിൽ പോകുന്ന സമയത്ത് ഒറ്റ വെട്ടാണ്. ആ ഒരു ജപ്പാൻ കമാൻഡറിന്റെ തലയിലുള്ള ആ ഒരു കൊമ്പ് മുറിഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു ഹെൽമെറ്റിലുള്ള കൊമ്പ് മുറിഞ്ഞു പോകുന്നുണ്ട്. ലീ താഴെ വെള്ളക്കെട്ടായതുകൊണ്ട് തന്നെ വെള്ളത്തിൽ പോയി വീഴുന്നുണ്ട്. തൽക്കാലത്തേക്ക് ലീ രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 7 വർഷം കടന്നു പോവാണ്. നേരത്തെ രാജാവിനെ ആക്രമിച്ച അടിമകളായിട്ടുള്ള ജനങ്ങളില്ലേ ഇപ്പോഴാണ് ബുദ്ധിമുട്ട് അനുഭവിക്കാനായിട്ട് തുടങ്ങിയത്. കാരണം രാജാവ് ഇപ്പം ജനങ്ങൾക്ക് വേണ്ടി ആഹാരമൊന്നും അനുവദിച്ചു കൊടുക്കുന്നില്ല. ആ ഗ്രാമം മൊത്തം പട്ടിണിയാണ്. എല്ലാവരും അവശതയിലാണ്. അതേപോലെ തന്നെ ലീ കുറച്ച് ആൾക്കാരെ കൊണ്ട് ഒരു ടീം ഉണ്ടാക്കിയില്ലായിരുന്നോ? ആ ടീം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവർ ജപ്പാൻകാർക്കെതിരെ ഇപ്പോഴും യുദ്ധം ചെയ്യുന്നുണ്ട്. 7 വർഷമായിട്ട് ആ ജപ്പാൻകാർ തിരിച്ചു പോയിട്ടില്ല. അവർ ഈ രാജ്യത്ത് തന്നെ ഉണ്ട്. അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട്. ലീ ഇവിടെ ഒരു കൂട്ടുകാരിയെ കൊണ്ടാട്ടോ. വീണ്ടും രാജാവിനെയും ടീംസിനെയും കാണിക്കുകയാണെങ്കിൽ രാജാവ് ആ കൊട്ടാരം മൊത്തം നടന്ന് കാണുകയാണ്. അതെല്ലാം തകർന്നു പോയിട്ടുണ്ട്. അവിടെ നിൽക്കുന്ന ബാക്കിയുള്ള ആൾക്കാരോട് രാജാവ് ആജ്ഞാപിക്കും, എത്രയും പെട്ടെന്ന് തന്നെ പുതിയൊരു കൊട്ടാരം പണിയണം. ഇനി എത്ര ആൾക്കാർ കൊണ്ടുവന്നിട്ടായിരുന്നാലും പണിയണം. പൈസ ഇല്ലെങ്കിൽ പണിയണം. 6000 ബെഡ്റൂം ഉള്ള ഒരു കൊട്ടാരം പണിയണം എന്നൊക്കെ ഈ രാജാവ് പറയാണ്. എന്നാൽ ഈ കേട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം ഇത് പണിയാനായിട്ട് കഴിയത്തില്ല. കാരണം അത്രയധികം പൈസ അവരുടെ ഇല്ല. യുദ്ധം വന്നിട്ട് എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി. എന്നാൽ രാജാവ് പണിയണമെന്ന് തന്നെ അത്ര ആജ്ഞാപിച്ച് പറയാണ്. അവർക്ക് വേറെ മാർഗ്ഗമില്ല, പണിയേ പറ്റത്തുള്ളൂ. ഇത് കഴിഞ്ഞ് രാജാവും ടീംസും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് പോകും. അവർക്ക് നല്ല രാജകീയമായിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ലിന്നിനെയും ടീംസിനെയും കാണിക്കുകയാണെങ്കിൽ അവർ കാക്കേനെയൊക്കെ അടിച്ചു കൊന്ന് അതിനെയൊക്കെയാണ് ഫ്രൈ ചെയ്ത് ഗ്രിൽ ചെയ്തൊക്കെ കഴിക്കുക. എന്തായാലും കാക്ക ഒരു ഇറച്ചിയാണല്ലോ, അത് കഴിച്ച് അവർ ജീവിക്കുന്നുണ്ട്. വീണ്ടും രാജാവിനെ കാണിക്കുകയാണെങ്കിൽ രാജാവിന്റെ ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട് കൊട്ടാരം പണിയുന്ന കാര്യം പറയാനായിട്ട്. അതുപോലെ തന്നെ അങ്ങോട്ട് കൂട്ടുകാരനും വന്നിട്ടുണ്ട്. കൂട്ടുകാരനോട് ചോദിക്കും, നിനക്കൊരു അടിമയായിട്ടുള്ള കൂട്ടുകാരനില്ലായിരുന്നോ? ലീ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ. അടിമകളെ ഒന്നും കൂട്ടുകാരനാക്കാനായിട്ട് പാടില്ല. നിന്റെ കുടുംബത്തിന് മൊത്തം നശിപ്പിച്ചവനല്ലേ ലീ, അവനെതിരെ പ്രതികാരം ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരടിമേനെ കൂട്ടുകാരനാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കുറച്ചധികം വിഷം രാജാവ് കൂട്ടുകാരന്റെ ഉള്ളിൽ കുത്തിവെക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഈ രാജാവ് സംസാരിക്കുന്നത് കൊട്ടാരം പണിയുന്നതിനെ പറ്റിയാണ്. എന്നാൽ ഈ കൊട്ടാരം പണിയാനായിട്ട് അത്രയധികം പൈസയില്ല. അതുപോലെ ജനങ്ങൾക്ക് ആരോഗ്യമില്ല. അവർക്ക് നേരെ ചൊവ്വേ ഭക്ഷണം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ കൊട്ടാരം പണിയാനായിട്ട് സാധിക്കത്തില്ല എന്ന് അവിടെ ഉള്ള ഒരാൾ പറയും. അത് ഇത്തിരി കടുപ്പിച്ചിട്ടാണ് പറയുന്നത്. അയാൾക്ക് തന്നെ അറിയാം അയാൾ ചെയ്തത് തെറ്റാണെന്ന്. അതുകൊണ്ട് തന്നെ രാജാവിനോട് ക്ഷമ പറഞ്ഞ് കുമ്പിട്ട് ഈ കാര്യം പറയാണ്. ജനങ്ങൾക്ക് ആരോഗ്യമില്ല, അതുകൊണ്ട് തന്നെ ഇത് പണിയാനായിട്ട് പറ്റത്തില്ല എന്ന്. എന്നാൽ രാജാവ് പറയും, ഇനി എത്ര ആരോഗ്യമില്ലെങ്കിലും അവന്മാര് ചത്തു വീണാലും ഇത് പണിഞ്ഞേ പറ്റൂ. ഈ ജനങ്ങളൊക്കെ എനിക്കെതിരെ തിരിഞ്ഞത് എനിക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ടെന്ന്. വീണ്ടും ഫ്ലാഷ് ബാക്കിലോട്ട് പോയാൽ കൂട്ടുകാരനും അതുപോലെ തന്നെ ലിന്നും കൂടെ രാത്രി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ലിൻ എക്സാമിന് കൂട്ടുകാരനെ പാസ്സാക്കി കൊടുക്കാനായിട്ട്. എന്നാൽ ഈ പ്രാക്ടീസിന്റെ ഇടയിൽ കൂട്ടുകാരൻ ലിന്നിനെ പറ്റിക്കാനായിട്ട് ഒരു രീതിയിൽ ആക്രമണം നടത്തും. എന്നാൽ ലിൻ അത് തൂക്കിയിട്ട് അവന്റെ കഴുത്തിന് പിടിക്കും. എന്താണ് എന്നെ പറ്റിക്കാൻ നോക്കുന്നതെന്ന് ചോദിച്ചിട്ട്. രണ്ടുപേരും നല്ല കൂട്ടുകാരാണ്. ആ നേരമായിരിക്കും ഭാര്യ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് നിൽക്കുന്നത്. ഭാര്യ പ്രഗ്നന്റ് ആണ്. ഈ ലിന്നിന്റെയും കൂട്ടുകാരന്റെയും സൗഹൃദം കണ്ടിട്ട് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. ഒരടിമയോടാണല്ലോ കൂട്ടുകാരൻ ഇങ്ങനെ പെരുമാറുക. പിന്നീട് കുട്ടി ജനിച്ച് അത്യാവശ്യം വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് അച്ഛനായിട്ടുള്ള കൂട്ടുകാരൻ ഒരു പട്ടീനെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് വളർത്താനായിട്ട്. പുറത്ത് തന്നെ നമ്മുടെ ലിൻ ഇരിപ്പുണ്ട് കേട്ടോ. ലിൻ കേക്ക് തന്നെ ഈ ഭാര്യയാണെങ്കിൽ കൂട്ടുകാരനോട് ഒരു കാര്യം പറയും, ലിന്നുമായിട്ട് വലിയ കൂട്ടൊന്നും വേണ്ട, അത് രാജകുറ്റമാണ്, അവനൊരു അടിമയാണ്, അതുകൊണ്ട് തന്നെ വലിയ കുറ്റമൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ ചോദിക്കും, ഈ ഒരു നായയെ നമുക്ക് കൂട്ടുകാരനായിട്ട് വളർത്താനായിട്ട് പറ്റും, എന്തുകൊണ്ടൊരു മനുഷ്യനോട് നല്ല രീതിയിൽ പെരുമാറിക്കൂടെ? ഈ അടിമകളെയൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതില്ലേ, എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. നീ ദേഷ്യപ്പെടണ്ട, ഞാൻ ഇനി അങ്ങനെ പെരുമാറിക്കോളാം എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി ചെല്ലും. എന്നാൽ കൂട്ടുകാരൻ ലിന്നിനോട് അങ്ങനെയൊന്നും പെരുമാറത്തില്ല. ലിന്നിന്റെ നല്ലൊരു കൂട്ടുകാരനാണ് കൂട്ടുകാരൻ. വീണ്ടും പ്രസന്റിലോട്ട് വന്നാൽ ജപ്പാൻ സൈനികർ എങ്ങോട്ട് പോകുന്നുണ്ട് കുറച്ചധികം പെട്ടികളുമായിട്ട്. ഈ ഒരു കാര്യം ലിന്നിന്റെ വിശ്വസ്തനായിട്ടുള്ള ആ സർക്കസിലൊക്കെ പങ്കെടുക്കുന്ന പയ്യനില്ലേ അവൻ ഒളിഞ്ഞു കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ലിന്നിന്റെ ഗ്രൂപ്പിനോട് വന്ന് ഈ കാര്യം
പറയാണ് ജപ്പാൻ സൈന്യം എന്തൊക്കെ കൊണ്ട് ഇവിടുന്ന് പോകുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇവർ ജപ്പാൻ സൈന്യത്തിനെ ആക്രമിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലും. കൂട്ടുകാരിയാണ് മെയിൻ ആയിട്ട് ചെല്ലുന്നത്. കൂട്ടുകാരി അത്രയധികം ഭടന്മാരുടെ ഇടയിലോട്ട് ഇറങ്ങി ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അവൾക്ക് നല്ല കരുത്തുണ്ട്. അന്നേരമായിരിക്കും നമ്മുടെ ഹീറോന്റെ എൻട്രി. ഹീറോ ഒരു കുതിരപ്പുറത്ത് വന്നിട്ട് ആ ജപ്പാനിലെ കമാൻഡറുമായിട്ട് ഫൈറ്റ് ചെയ്യും. നേരത്തെ നമ്മൾ കണ്ടില്ലായിരുന്നോ, കൊമ്പുള്ള ഹെൽമെറ്റ് ഇട്ട മനുഷ്യൻ ചൂട് കാരണം ഹെൽമെറ്റും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ 7 വർഷമായില്ലേ, അതിന്റെയാണ്. അങ്ങനെ ലിന്നും അതുപോലെ തന്നെ കമാൻഡറും ഫൈറ്റ് ചെയ്യുന്ന നേരത്ത് രണ്ടുപേരും കൂടെ കുതിരപ്പുറത്തുനിന്ന് താഴെ ചെന്ന് വീഴും. അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യും. വീണ്ടും ഫൈറ്റ് ചെയ്ത് തോട്ടിന്റെ കരയിൽ ചെന്ന് വീഴാണ്. അങ്ങനെ ലിന്നും അതുപോലെ തന്നെ കമാൻഡർ ഫൈറ്റ് ചെയ്യും. ആ തോട്ടിന്റെ കരയിൽ നിന്ന് രണ്ടുപേരും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യും, രണ്ടുപേരും മാത്രമായിട്ട്. എന്നാൽ അങ്ങോട്ട് കുറച്ച് ജപ്പാൻകാർ വരും ലിന്നിനെ കൊല്ലട്ടോ എന്ന് ചോദിച്ചിട്ട്. എന്നാൽ കമാൻഡർ സമ്മതിക്കത്തില്ല. ഞാൻ അവന് ഒറ്റയ്ക്കാണ് ഫൈറ്റ്, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ചെയ്തോളാം എന്ന് പറഞ്ഞ് ലിന്നും ആ കമാൻഡർ ഫൈറ്റ് ചെയ്യും. ഈ ഫൈറ്റിന്റെ ഇടയിൽ തന്നെ ലിന്നിന്റെ വാളൊക്കെ ഒടിഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ രണ്ടാമതൊരു വാളൊക്കെ എടുത്തിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അവസാനം ഫൈറ്റ് ചെയ്ത് രണ്ടുപേരും ജയിക്കുന്നില്ല. അന്നേരമായിരിക്കും ലിന്നിന്റെ കൂട്ടർ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്, കൂട്ടുകാരിയും ടീംസും. ഇവർ വന്ന് നോക്കുമ്പോൾ ലിന്നും അതുപോലെ തന്നെ കമാൻഡറും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഫൈറ്റ് തീരുന്നുമില്ല. നേരത്തെ കുറച്ച് ജപ്പാൻകാർ അങ്ങോട്ട് വന്നില്ലേ, അവരെല്ലാവരും കൂട്ടുകാരിയും ടീംസും അടിച്ചൊതുക്കും. അതിനുശേഷം വല എറിഞ്ഞ് ജപ്പാൻ കമാൻഡറിനെ പിടിക്കുകയാണ്. ജപ്പാൻ കമാൻഡർ ലിന്നുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം ലിന്നിന് കൊടുത്തില്ലായിരുന്നോ. എന്നാൽ ഈ ഒരു കൊറിയക്കാർ കൊടുത്തില്ല, ജപ്പാൻ കമാൻഡറിനെ ചതിച്ചു. പിന്നീട് ജപ്പാൻ കമാൻഡറിനെ കൊണ്ടുവന്ന് കൂട്ടിൽ പൂട്ടിയിടുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രി ആയിട്ടുണ്ട്. പിന്നെ ഈ ജപ്പാൻ കമാൻഡർ ഒരു ക്രൂരനാണ് കേട്ടോ. ജീവനോടെ തന്നെ മനുഷ്യന്റെ മൂക്കുകളെല്ലാം ചെത്തിയെടുക്കും. അങ്ങനെ ഒരു മനുഷ്യനാണ് ഇയാള്. ഈ ജപ്പാൻകാർ കുറച്ചധികം പെട്ടികൾ കൊണ്ടുവന്നില്ലായിരുന്നോ. ആ പെട്ടിക്കകത്ത് മൊത്തം സ്വർണ്ണമാണ്. ആ സ്വർണ്ണം എല്ലാം ലിന്നും ടീംസും തുറന്നു നോക്കും. ഇതൊന്നും എടുക്കണ്ടെന്ന് അവിടുത്തെ ഒരു ജനറൽ പറയും. ഇവരുടെ കൂടെ ഉള്ള ഒരു ജനറൽ, ഒരു മനുഷ്യൻ. ഇത് കേൾക്കുമ്പോൾ കൂട്ടുകാരി ഇഷ്ടപ്പെടത്തില്ല. കൂട്ടുകാരി അവിടെ നിന്ന് പിണങ്ങി പോവാണ്. ഈ ജനറലൊക്കെ പറയുന്നത് ഇത് കൊണ്ടുവന്ന് രാജകൊട്ടാരത്തിൽ കൊടുക്കാം, അപ്പൊ അടിമ മോചനം നടത്തുമെന്നാണ്. എന്നാൽ കൂട്ടുകാരിക്ക് ഇത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ മാറിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഈ പിടിച്ചു വെച്ച ആൾക്കാർക്ക് എല്ലാവർക്കും വെള്ളം കൊടുക്കും. ലിന്നാണ് കൊണ്ടുവന്ന് വെള്ളം കൊടുക്കുന്നത്. ഒരളവിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ലിൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ജപ്പാൻ കമാൻഡറിനെ കാണും. ജപ്പാൻ കമാൻഡർ കുറെ അധികം പാവപ്പെട്ട മനുഷ്യരുടെ മൂക്കറുത്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് വെള്ളം ഇല്ലടാ. അതുമല്ല, 7 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്നോട് കുറച്ച് ചോറ് ചോദിച്ചിട്ട് നീ തന്നില്ല, അതുകൊണ്ട് നിനക്ക് വെള്ളം ഇല്ലടാ എന്ന് പറഞ്ഞിട്ട് ലിൻ അവിടെ നിന്ന് മാറിപ്പോകും. പെട്ടെന്ന് തന്നെ ജപ്പാൻ കമാൻഡർ വിളിച്ചിട്ട് ലിന്നിനോട് ഒരു ചോദ്യം ചോദിക്കും. എന്തുകൊണ്ടാണ് ലിൻ കയ്യിൽ ഒരു ചുമന്ന തുണി കെട്ടിയിരിക്കുന്നതെന്ന്. അതും ജപ്പാൻ ഭാഷയിലാണ് ചോദിക്കുന്നത്. ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് ആൾക്കാരും ഉണ്ട്. ആ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് നമ്മളെ കൊണ്ടുപോവാണ്. പണ്ട് കൂട്ടുകാരന് പകരം ലിൻ അല്ലായിരുന്നു എക്സാമിന് പോയത്. എക്സാമിന് മുമ്പ് ലിന്നിനെ രാജവേഷം കെട്ടിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ലിന്നാണെങ്കിൽ പതിയൊരു കത്തിയെടുത്ത് കൂട്ടുകാരന്റെ കൈ മുറിച്ചു. മറ്റൊന്നുമല്ല, ഈ ഒരു മുറിവ് എന്തിനാണെന്നറിയാമോ? നീ ഇത് ഓർക്കാൻ വേണ്ടിയിട്ടാണ്, ഞാനാണ് നിനക്ക് ഈ ഒരു എക്സാം ജയിപ്പിച്ചു തന്നേന്ന്. അതുപോലെ തന്നെ ലിന്നിന്റെ കയ്യിൽ കുറച്ചധികം മുറിവുകൾ ഉണ്ടായിരുന്നു. അവൻ അടിമയാണെന്ന് സൂചിപ്പിക്കാനായിട്ട് കുറച്ചധികം മുറിവുകൾ. അത് മറയ്ക്കാനായിട്ടാണ് ആ ചുമന്ന തുണി കെട്ടുന്നത്. എന്നാൽ ആ ചുമന്ന തുണി ഇവരുടെ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പിന്റെ അടയാളമാണ്. ആ ചുമന്ന തുണി കൊടുത്തത് കൂട്ടുകാരനാണ്. അപ്പൊ അവന്റെ ഓർമ്മയ്ക്കാണ് കയ്യിൽ ആ ചുമന്ന തുണി കെട്ടുന്നത്. അങ്ങനെ മത്സരത്തിന് പോയി ലിൻ ജയിച്ചിട്ട് കൂട്ടുകാരൻ ആ വാളും അതുപോലെ തന്നെ ജയിച്ച സർട്ടിഫിക്കറ്റും കൊണ്ടുവന്ന് കൊടുക്കും. അന്ന് രാത്രി അച്ഛൻ ഒരുപാട് സന്തോഷമാണ്, കൂട്ടുകാരന്റെ അച്ഛന്. കൂട്ടുകാരൻ അച്ഛനെ വന്ന് കണ്ടിട്ട് ലിനിനെ പറഞ്ഞു വിട്ടൂടെ, അടിമമോചനം നടത്തിക്കൂടെ, നിങ്ങൾ വാക്ക് കൊടുത്തതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛന്റെ ഗുണം മാറും. അച്ഛൻ അവനോട് ദേഷ്യപ്പെടും. നിനക്കറിയാമോ, ഇതെങ്ങാനും പുറത്തു പോവാണെങ്കിൽ നമ്മുടെ കുടുംബത്തോടെ രാജാവ് തീർത്ത് കളയും. അതുകൊണ്ട് തന്നെ ലിനിനെ മോചിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. അവനെ കൊന്നു കളയാനായിട്ട് ഞാൻ കുറേയധികം പട്ടാളക്കാരെ അവൻ താമസിക്കുന്ന സ്ഥലത്തോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇതിൽ ഇടപെടണ്ടെന്ന് പറയുമ്പോൾ അവൻ അച്ഛനോട് നിങ്ങൾ എന്ത് ക്രൂരനാന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അവന്റെ മുഖം നോക്കി ഒറ്റ അടിയാണ്. കൂട്ടാൻ അത് കൊണ്ടു നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. പിന്നീട് കൂട്ടുകാരനാകെ വെപ്രാളപ്പെട്ട് ലിന്നിന്റെ വീട്ടിലോട്ട് ചെന്ന് നോക്കും. എന്നാൽ അവിടെ നിന്ന് കുറേയധികം പട്ടാളക്കാർ മാത്രമേ ഇറങ്ങി വരുന്നുള്ളൂ. ലിന്നിനെ കിട്ടിയിട്ടില്ല. പട്ടാളക്കാരാവും മിരട്ടും. ലിന്നിന് എന്തെങ്കിലും പറ്റിയാൽ, അവന് നിങ്ങൾ കൊല്ലാനായിട്ട് ശ്രമിച്ചാൽ നിന്നെയൊക്കെ ഞാൻ തീർത്ത് കളയെന്ന് പറഞ്ഞ് മിരട്ടുമ്പോൾ അവന്മാരൊരു പുച്ഛ പാവത്തില് അവിടെ നിന്ന് മാറിപ്പോവാണ്. ലിന്നിനെ ഞങ്ങൾ കൊല്ലത്തില്ല, ജീവനോടെ തന്നെ പിടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട്. ഈ പട്ടാളക്കാർ പോയതിനു ശേഷമാണ് കൂട്ടുകാരൻ ലിന്നിനെ കാണുന്നത്. ലിന്ന് പോവാനായിട്ട് റെഡി ആയിരുന്നു കേട്ടോ. ലിന്ന് ഇവിടെ നിന്ന് പോവാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവിടെ നിൽക്കുകയാണ്. എന്നാൽ ലിന്നിന് മനസ്സിലായി ഇവിടെ നിന്ന് പോവാനായിട്ട് കഴിയത്തില്ല, ആ ഒരു അച്ഛൻ പറ്റിച്ചതാന്നുള്ള കാര്യം. കൂട്ടുകാരൻ ലിന്നിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ലിൻ ദേഷ്യം വന്നിട്ട് കൂട്ടുകാരനെ ഭിത്തിയിലോട്ട് പിടിച്ചു ചേർക്കും, എന്നെ പറ്റിച്ചതാണോ എന്ന് ചോദിച്ചിട്ട്. എന്നാൽ കൂട്ടുകാരൻ ആകെ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ആ എടുത്തോണ്ട് വന്ന കത്തി, ലിൻ കൊണ്ടുവന്ന കത്തി ലിന്നിന് തന്നെ കൊടുക്കും. എന്നിട്ട് ലിന്നിനോട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറയും. അല്ലാതെ വേറെ മാർഗ്ഗമില്ല, നീ ഇവിടെ നിൽക്കേണ്ട, എന്റെ അച്ഛൻ ഇങ്ങനെയാണ്, നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു പറയുമ്പോൾ ലിൻ ചോദിക്കും, നീ ഇപ്പോഴും എന്റെ കൂട്ടുകാരനാണോ, നീ ഇപ്പോഴും എന്റെ കൂടെ നിൽക്കുവാണോ എന്ന്. കൂട്ടുകാരൻ അതേന്ന് പറയുമ്പോൾ ലിൻ ഓടി വന്ന് ചാടി കൂട്ടുകാരന്റെ മുതുകത്തൂടെ മതിൽ വഴി അപ്പുറം ചാടി രക്ഷപ്പെട്ടു പോകും. ലിന്നിന് അടിമമോചനം കൊടുക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു അവനെ എക്സാമിന് വിട്ടത്. എന്നാൽ അച്ഛൻ കൊടുത്തില്ലല്ലോ, അവനെ കൊല്ലാനായിട്ട് ശ്രമിച്ചതല്ലേ. അതുകൊണ്ട് തന്നെ ലിന്നിന്റെ ജീവൻ അപകടം എത്താതിരിക്കാനായിട്ട് കൂട്ടുകാരൻ അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി വിട്ടതാണ്. ഈ ഒരു സ്ഥലത്ത് നിന്ന് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോ, വല്ല ചൈനയിലോട്ടോ ജപ്പാനിലോട്ടോ, അങ്ങനെ പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പറഞ്ഞയച്ചത്. ഇപ്പൊ പ്രസന്റിലോട്ട് വന്നാൽ കൂട്ടുകാരൻ രാജാവിന്റെ കൂടെ തന്നെ ഉണ്ട്. രാജാവിനെ കാണാനായിട്ട് ഒരു സെക്രട്ടറി വന്നിട്ടുണ്ട്, കൊട്ടാരം പണിയുന്ന കാര്യം പറയാനായിട്ട്. എന്നാൽ ഈ രാജാവിന് ഒറ്റയ്ക്ക് കൊട്ടാരം
കൊട്ടാരം പണിയുന്ന കാര്യം തീരുമാനിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം പൈസയില്ല. പൈസയാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അതുകൊണ്ട് തന്നെ പുതിയ എന്തെങ്കിലും മാർഗം കണ്ടെത്തണമെന്ന് പറയുമ്പോൾ രാജാവിന് ദേഷ്യം വരുവാണ്. ആ കൊണ്ടുവന്ന് ആ ഒരു പേപ്പറൊക്കെ തട്ടി തറകിലിടാണ്. ഈ നേരം ലിന്നും അതുപോലെ തന്നെ കൂട്ടുകാരും ടീംസും എല്ലാവരും കൂടെ കുതിരപ്പുറത്ത് അങ്ങനെ പോവാണ് ആ കിട്ടിയ സ്വർണമായിട്ട്. അവർ അതുവഴി പോകുന്ന നേരത്ത് ഒരു ജപ്പാൻകാരനാണെങ്കിൽ കൊറിയക്കാരുടെ കൂടെ ഇരുന്ന് ഡാൻസ് കാണുന്നു. അത് രാജപദവിയിൽ രാജാവിന്റെ അടിയാളായിട്ട്. ഇത് കാണുന്നവർക്ക് മനസ്സിലായി ഇവർ ജപ്പാൻകാരെയും വിലക്കെടുത്ത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടെന്ന്. അത് രാജാവിന്റെ പണിയാണ്. അന്ന് രാത്രി അവരെല്ലാരും കൂടി ഇരുന്ന് കഴിയുമ്പോൾ ജനറലും അതുപോലെ തന്നെ ലിന്നും പറയുന്നത് ഈ സ്വർണം കൊണ്ടുവന്ന് രാജാവിന് കൊടുക്കാം, രാജാവിന്റെ വിശ്വസ്തത കൈപ്പറ്റിയതിനു ശേഷം നല്ല ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. എന്നാൽ കൂട്ടുകാരി സമ്മതിക്കത്തില്ല. ഈ ഒരു സ്വർണം ഉണ്ടെങ്കിൽ അവർക്ക് പുതിയൊരു വില്ലേജ് തന്നെ കെട്ടി ഉയർത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ രാജാവിന് ഇത് കൊടുക്കണ്ട, നമുക്കിത് കൊണ്ടുപോയി നല്ല രീതിയിൽ ജീവിക്കാന്ന് പറയുമ്പോൾ ലിൻ ഇത് കേൾക്കില്ല. അതുകൊണ്ട് തന്നെ കൂട്ടുകാരി അവിടെ നിന്ന് പിണങ്ങി പോവാണ്. ഞാൻ ഇന്ന് തന്നെ പോയി ആ ജപ്പാൻകാരനെ കൊന്നുകളയും, അവൻ ജപ്പാനിൽ നിന്ന് വന്നിട്ട് കൊറിയക്കാരുടെ കൂടെ ചേരുന്നു എന്ന് ചോദിച്ചിട്ട്. എന്നാൽ ലിന്ന് പരമാവധി പറഞ്ഞു നോക്കുന്നുണ്ട് വേണ്ടാന്ന്. പക്ഷെ അവൾ കേൾക്കില്ല. അവൾ അവളുടെ ടീംസിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോവും. അവൾക്ക് തന്നെ കുറച്ച് ടീംസ് ഉണ്ട്. കൂട്ടുകാരിക്ക് ഗവൺമെന്റ് ഒത്ത് ചേർന്ന് പോകാനായിട്ട് ഇഷ്ടമല്ല. കാരണം ഗവൺമെന്റ് അവരെ ഒരു അടിമയായിട്ടാണ് കാണുന്നത്, രാജാവും ടീംസും. ഇനി അവർ ഈ സ്വർണം രാജാവിന് എത്തിച്ചാലും രാജാവ് അടിമ മോചനം നടത്തുമെന്ന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ടാണ് കൂട്ടുകാരി അങ്ങനെ പെരുമാറുന്നത്. കൂട്ടുകാരിക്ക് നല്ല വിഷമായിട്ടുണ്ടായിരുന്നു. കാരണം കൂട്ടുകാരിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പോലും കൂട്ടുകാരി പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. ഈ കൂട്ടുകാരിയും ടീംസും കൂടെ നേരെ ചെല്ലുന്നത് ആ ഒരു ജപ്പാൻകാരന്റെ വീട്ടിലാണ്. രാജാവ് നിയമിച്ച കൊറിയൻ സൈനികത്തിലുള്ള ജപ്പാൻകാരന്റെ വീട്ടില്. അങ്ങേരെ പിടിച്ച് കെട്ടിവെച്ചിട്ട് അങ്ങേരുടെ വീട്ടിലുള്ള അരിയെല്ലാം വേവിച്ച് തിന്നും. എന്നിട്ട് എന്താ ചെയ്യുന്നത്, കൂട്ടുകാരി വലിയൊരു ആയുധം എടുത്ത് ആ ഒരു ജപ്പാൻകാരന്റെ തല തന്നെ തല്ലി പൊളിക്കുകയാണ്. അങ്ങേരെ അവിടെ വെച്ച് തന്നെ കൊന്നു കളയുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ ലിന്നും അതുപോലെ തന്നെ ജനറലും കൂടെ കുതിരപ്പുറത്ത് രാജകൊട്ടാരത്തിന്റെ അടുത്ത് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ കുറെ അധികം ജനങ്ങൾ ഇവർക്ക് ചുറ്റും കൂടുന്നുണ്ട്. ഞങ്ങൾക്ക് ഭക്ഷണമില്ല, അത് രാജാവിനെ കണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ട് ജനറൽ അതിനെല്ലാം ഒരു വാക്ക് കൊടുത്തിട്ട് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി അവിടെ നകത്തോട്ട് പോണേ മുമ്പ് ലിന്നിനെ ഒന്ന് കാണും. ലിന്നിന്റെ ജനറലിന്റെ ആയുധവും അതുപോലെ തന്നെ എന്തോ ഒരു കാര്യവും കൊടുക്കുന്നുണ്ട്. ഈ ജനറൽ ലിന്നിനെ ഒരു മോനായിട്ടാണ് കാണുന്നത്. രാജാവിനെ പോയി കണ്ടതിന് ശേഷം ഇവരുടെ എല്ലാ കഷ്ടപ്പാടും മാറും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ലിന്നിനോട് ടാറ്റയും പറഞ്ഞിട്ട് ഈ ഒരു ജനറൽ അകത്തോട്ട് കയറി ചെല്ലും. അതുപോലെ തന്നെ ലിന്നിനെയും ടീംസിനെയും ഈ രാജാവിന്റെ കൂട്ടര് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അത്രയും ദൂരത്തു നിന്ന് വന്നേല്ലേ. അതുപോലെ തന്നെ സ്വർണവും കൊണ്ടുവന്നിട്ടുണ്ട്, ഈ പിടിച്ചു വെച്ച ജപ്പാൻകാരെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നേരം രാജാവും അതുപോലെ തന്നെ കൂട്ടുകാരനും കൂടെ ഒരു വിവരം അറിഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ജനറലിന്റെ കൂടെ ഉള്ള ഒരു പെൺകുട്ടിയാണ് രാജാവ് അപ്പോയിന്റ് ചെയ്ത് ആ ഒരു ജപ്പാൻകാരന്റെ തല അടിച്ച് പൊട്ടിച്ച് അങ്ങനെ കൊന്നു കളഞ്ഞത്. അതുകൊണ്ട് തന്നെ ജനറൽ ഒരു ചതിയനാണെന്ന് രാജാവ് വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് തന്നെ ജനറലിനെ തീർക്കാനായിട്ടുള്ള പ്ലാനും ഇവർ തയ്യാറാകുന്നുണ്ട്. അങ്ങനെ ജനറൽ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ എല്ലാ ഭടന്മാരും അവരെ തുറച്ചു നോക്കുന്നു. ഈ ഒരു ജനറലിനെ തുറച്ചു നോക്കുന്നു. എന്നിട്ട് അവരെല്ലാരും വാളെടുത്ത് ജനറലിനെ ആക്രമിക്കാനായിട്ട് ചെല്ലും. ജനറൽ വാളെടുത്ത് അവരെ തിരിച്ചാക്രമിക്കാനായിട്ട് നോക്കുമെങ്കിലും കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ മാത്രമേ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. എനിക്ക് രാജാവിനെ കാണണം, രാജാവിനോട് എല്ലാ സത്യങ്ങളും പറയണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വെടിയുണ്ട വന്ന് അങ്ങേരുടെ കയ്യിൽ തളയ്ക്കുകയാണ്. അത് മറ്റാരും അല്ലാതെ കൂട്ടുകാരനാണ് ആ പരിപാടി ചെയ്തത്. ഈ ഒരു ജനറൽ ചതിയനാണെന്ന് വിചാരിച്ച് കൂട്ടുകാരൻ അറിയാതെ ചെയ്തതാണ്. ഈ നേരം നമ്മുടെ ലിന്നും ടീംസും കൂടെ ആ ഒരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. എന്നാൽ അവരെ പറ്റിച്ചതാണ്. കുറെ അധികം പട്ടാളക്കാർ ഇവരെ വന്ന് ആക്രമിക്കാനായിട്ട് തുടങ്ങും. ലിന്നിന്റെ കൂടെയുള്ള ആൾക്കാരുടെ മുകളിൽ കൂടെ വലയിട്ട് അവരെ പിടിക്കുന്നുണ്ട്. എന്നാൽ ലിൻ മാത്രം ഒഴിഞ്ഞു മാറി കുറച്ചധികം പട്ടാളക്കാരെ ആക്രമിച്ച് അവിടുത്തെ മതിൽ ചാടി അവിടെ നോടി രക്ഷപ്പെട്ടു പോകും. അന്ന് രാത്രിയാവുന്ന സമയത്ത് ജനറലിനെ രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നീ ഒരു ചതിയനാന്ന് പറഞ്ഞ് രാജാവ് വാളെടുത്ത് ജനറലിന്റെ തല നോക്കി ഒറ്റ വെട്ടാന്ന്. ജനറൽ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോകുന്നുണ്ട്. പിന്നീട് പിറ്റേന്ന് തന്നെ ജനറലിന്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ലിന്നിന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുടെ തലയും പബ്ലിക്കിൽ തന്നെ കെട്ടിത്തൂക്കും. ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് ലിൻ ആകെ ദേഷ്യപ്പെട്ടും സങ്കടപ്പെട്ടും തലയിൽ ഒരു തുണിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ലിന്നിന് നല്ല വൈരാഗ്യമുണ്ട്. കാരണം ഈ ഒരു സംഭവങ്ങളൊക്കെ സ്വർണവും അതുപോലെ തന്നെ ജപ്പാൻ പട്ടാളക്കാരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ അവർ വിശ്വസ്തത കൊണ്ട് അവർക്ക് നല്ലൊരു ജോലിയും ഭക്ഷണവും കൊടുക്കുമെന്ന് പറഞ്ഞു വന്നപ്പോൾ അവർ ഈ ഒരു പരിപാടിയാണ് ചെയ്തത്. രാജാവിന്റെ പട്ടാളക്കാരായിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു വന്നപ്പോൾ രാജാവ് ഇവരോട് ഇങ്ങനെയാണ് ചെയ്തത്. എന്നാൽ ഇതിന്റെ പിന്നിലെല്ലാം കൂട്ടുകാരി അറിയാതെ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. ജനറലും അതുപോലെ തന്നെ ലിന്നുമാണ് ഈ പ്രവൃത്തി ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് രാജാവും കൂട്ടുകാരനും ഈ ഒരു കാര്യം അവരോട് ചെയ്തത്. അന്ന് രാത്രിയാകുമ്പോൾ കൂട്ടുകാരനാണെങ്കിൽ അവൻ താമസിക്കുന്ന സ്ഥലത്ത് ചെല്ലും. അവിടെ ചെന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോഴാവട്ടെ കുറെ അധികം ഭടന്മാരും മരണപ്പെട്ട് താഴെ കിടക്കുന്നു. എന്താണെന്ന് അറിയാനായിട്ട് മുമ്പോട്ട് കയറി ചെല്ലുമ്പോഴാവട്ടെ ലിൻ അവിടെ ഇരിക്കുന്നു. നല്ല വൈരാഗ്യത്തോടെ അവന്റെ കയ്യിൽ ഒരു വാളുണ്ട്. ആ വാളും എടുത്ത് കൂട്ടുകാരനെ ആക്രമിക്കാനായിട്ട് ചെല്ലും. രണ്ടും കൂടെ പൊരിഞ്ഞ ഫൈറ്റ് ആണ്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് ലിന്ന് തോക്കുന്ന ഒരു ഘട്ടം വന്നിട്ടുണ്ട്. കൂട്ടുകാരൻ ലിന്നിന്റെ കഴുത്തിൽ ഒരു കത്തിയും വെച്ചിട്ടുണ്ട്. പഴയതുപോലെ കൂട്ടുകാരൻ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു മനുഷ്യനല്ല യുദ്ധത്തിൽ. അവൻ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ലിന്നിനെ കൊല്ലാനായിട്ട് കഴുത്തിന്റെ നേരെ കത്തി നേർക്കുമ്പോൾ അതിന് കഴിയുന്നില്ല. ലിൻ തള്ളി മാറ്റാണ് കൂട്ടുകാരനെ. കൂട്ടുകാരൻ മറിഞ്ഞു വീഴുന്നുണ്ട്. ഓടിച്ചെന്ന് ലിൻ കൂട്ടുകാരന്റെ കയ്യിൽ ഒരു കത്തി കുത്തി ഇറങ്ങുന്നുണ്ട്. ലിന്നിനോട് കൂട്ടുകാരൻ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ കത്തി കുത്തി
ഇറക്കുന്നുണ്ട്. അന്നേരമായിരിക്കും ദൂരെ നിന്ന് കുറേയധികം ഭടന്മാരുടെ ശബ്ദം കേൾക്കുക. അവരങ്ങോട്ട് വന്നിട്ടുണ്ട്. ലിൻ ഇത് മനസ്സിലാക്കിയതും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടാനായിട്ട് തുടങ്ങും. കൂട്ടുകാരൻ ഒന്നും ചെയ്യുന്നില്ല, അവന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്. പിന്നീട് ലിൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ട് ലിന്നിന്റെ കൂടെ കുറച്ച് ആൾക്കാർ വന്നില്ലായിരുന്നോ, അവരുടെ തലയൊക്കെ വെട്ടി കെട്ടി തൂക്കിയില്ലായിരുന്നോ, ആ തലയൊക്കെ എങ്ങനെയെങ്കിലും അറുത്ത് മാറ്റി അവൻ ആ തലകളൊക്കെ എടുത്ത് ഒരു കുതിരപ്പുറത്ത് കയറി പോവുകയാണ്. ആ എടുത്ത സ്ഥലത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ലിൻ ഒരു ചതിയനാണെന്ന്. പക്ഷേ ലിൻ ചതിയനല്ല, അവന്റെ രാജാവ് അവനെ ചതിച്ചതാണ്. എന്നാൽ ഇത് കൂട്ടുകാരൻ അറിയത്തില്ലല്ലോ. കൂട്ടുകാരന് രാജാവ് എന്താ വിചാരിക്കുക, ലിൻ ഒരു ചതിയനാണ്. അതുപോലെ തന്നെ കൂട്ടുകാരന് ഏറ്റവും കൂടുതൽ വൈരാഗ്യം മറ്റൊന്നുമല്ല, ലിൻ കുടുംബത്തെ ചതിച്ചു, അതുപോലെ തന്നെ രാജ്യത്തിനെയും ചതിച്ചു. ഇനി ലിന്നിനെ ബാക്കി വെക്കുന്നതിൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ലിന്നിനെ കൊല്ലാനായിട്ട് ആ ഒരു വൈരാഗ്യത്തിൽ കാര്യങ്ങൾ അറിയാതെ കൂട്ടുകാരൻ തീരുമാനിക്കും. കൂട്ടുകാരൻ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ജപ്പാൻകാരിലെ കമാൻഡറിനെ പോയി കാണും. എനിക്കൊരു സഹായം വേണം, എന്റെ കൂടെ നിൽക്കണം, നിങ്ങൾക്ക് ഞാൻ മോചനം തരാന്ന്. അങ്ങനെ ജപ്പാന്റെ കമാൻഡറുമായിട്ടൊരു പ്ലാൻ ഇടുകയാണ്. പിന്നീട് രാജാവിനോട് വന്ന് ആ പ്ലാൻ മാറ്റി പറയാണ്. രാജാവിനോട് കള്ളം പറയും. മറ്റൊന്നുമല്ല, ഈ ജപ്പാൻകാര് രാജാവിനൊക്കെ സ്വർണം തരാനായിട്ട് വന്നപ്പോഴായിരുന്നു ഈ ഒരു ലിന്നും കൂട്ടരും അവരെ പിടിച്ചത്. അതുകൊണ്ട് തന്നെ രാജാവിന് സന്തോഷവും. എന്നാ പിന്നെ നമുക്ക് പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. ജപ്പാൻ കമാൻഡറും അതുപോലെ തന്നെ കൂട്ടുകാരനുമായിട്ട് ഒരു ഗ്രൂപ്പ്. ഇവരുടെ പണി മറ്റൊന്നുമല്ല, കുറച്ചധികം സ്വർണ്ണങ്ങൾ ജപ്പാൻകാർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ സ്വർണം കണ്ടെത്തി ഈ ഒരു രാജാവിന് കൊണ്ടു കൊടുക്കണം കൊട്ടാരം പണിയാനായിട്ട്. അതുപോലെ തന്നെ കൂടെ തന്നെ മറ്റേ ലിന്നിനെയും കൊല്ലണം. ലിന്നി രാജ്യത്തിനെയും ചതിച്ചു, അതുപോലെ തന്നെ കൂട്ടുകാരന്റെ കുടുംബത്തിനെയും കൊന്നു കളഞ്ഞു. അതുകൊണ്ട് തന്നെ ആ വൈരാഗ്യത്തിൽ കള്ളം പറഞ്ഞ് രാജാവിന്റെ കൂടെ നിന്ന് ലിന്നിനെ കൊല്ലാനായിട്ടാണ് കൂട്ടുകാരന്റെ പ്ലാൻ. പക്ഷെ ജപ്പാൻ പട്ടാളക്കാരനോട്, ആ കമാൻഡറിനോട് കൂട്ടുകാരൻ എന്താ പറഞ്ഞെന്നറിയാമോ? ഈ സ്വർണ്ണമായിട്ട് ജപ്പാനിലോട്ട് അവർക്ക് രക്ഷപ്പെട്ടു പോവാന്ന്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് അവരെല്ലാരും കൂടെ ചേർന്നിട്ട്, ലിന്നിനെ കൊല്ലാനായിട്ടുള്ള ഒരു ഗ്രൂപ്പ്. ഈ നേരം ലിന്നാണെങ്കിൽ ആകെ ക്ഷീണിച്ച ആ തലകളുമായിട്ട് അവന്റെ കൂട്ടുകാരിയുടെ സ്ഥലത്ത് ചെല്ലും. അവിടെ തന്നെ കുറെ ആൾക്കാരുണ്ട്, കൂട്ടുകാരിയുടെ ആൾക്കാർ. അവൻ ഈ തലയായിട്ട് ചെന്ന് അവിടെ തന്നെ ബോധം കെട്ട് വീഴാണ്. കാര്യമൊന്നും പറഞ്ഞില്ല. പിറ്റേന്ന് തന്നെ അവരെല്ലാരും കൂടെ ആ തലയെടുത്ത് കുഴിച്ചിടാനായിട്ട് തുടങ്ങും. കൂട്ടുകാരിക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു രാജാവിനെ കാണാൻ പോകുന്ന കൂട്ടത്തില്. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ദേഷ്യമാവുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ ലിന്നാണെങ്കിൽ അവന്റെ കൂട്ടുകാരൻ കൊടുത്ത ആ ഒരു നീല കുപ്പായില്ലേ, അത് കൂട്ടുകാരന്റെ ആയിരുന്നു. ഈ 7 വർഷമായിട്ട് അവൻ കളഞ്ഞിട്ടില്ലായിരുന്നു. അത് ഇട്ടുകൊണ്ടല്ലായിരുന്നു നടന്നിരുന്നത്. അതെടുത്ത് കത്തിച്ച് കളയും. ഈ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം ലിൻ തിരിച്ചു വരുമ്പോൾ കൂട്ടുകാരി വന്ന് ലിന്നിനെ പൊതിരെ തല്ലും. ബാക്കിയുള്ള ആൾക്കാരാണ് വന്ന് പിടിച്ചു മാറ്റുന്നത്. എന്തിനാടാ ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തത്? നിന്നോട് പറഞ്ഞില്ലേ രാജാവിന്റെ ടീംസ് എല്ലാം ചതിയന്മാരാണെന്ന്? നീ കേട്ടില്ലല്ലോ. എന്നാൽ ലിന്നെ നിർത്താൻ പറയും. അവന്റെ ഒരു പ്ലാൻ ഉണ്ട്. അവന്റെ ആൾക്കാരെ എല്ലാരെയും കൊന്നവരെ തിരിച്ചുപദ്രവിക്കാനായിട്ടുള്ള ഒരു പ്ലാൻ. അത് കേൾക്കുമ്പോൾ കൂട്ടുകാരി ഒന്ന് തണുക്കുകയാണ്. അങ്ങനെ ഇവരൊരു സ്ഥലത്ത് പോയി കൂടും. ഒരു 10-30 ആൾക്കാർ കൂടുന്ന ഒരു ഗ്രൂപ്പ്. മറ്റൊന്നുമല്ല, കുറച്ചധികം ഗ്രാമങ്ങളിൽ പോയിട്ട് ആൾക്കാരെ കൂട്ടണം യുദ്ധത്തിനായിട്ട്. അങ്ങനെ അവരെ എല്ലാരും കൂടെ കൂടിച്ചേർന്ന് വലിയൊരു ഗ്രൂപ്പ് ആക്കണം. രാജാവിന്റെ ടീംസിനെതിരെ യുദ്ധം ചെയ്യണം. പക്ഷെ ഇത്ര ആൾക്കാർക്ക് എങ്ങനെ ഫുഡ് കൊടുക്കും? അവരുടെ കാര്യങ്ങൾ എങ്ങനെ നോക്കും? അവരുടെ ആയുധങ്ങൾ എങ്ങനെ റെഡിയാക്കും? അതിനെല്ലാം പണം ആവശ്യമുണ്ട്. അപ്പൊ ഈ പണത്തിന് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴായിരിക്കും ഇവർ ജപ്പാൻകാരെ പിടിച്ചിട്ടില്ലായിരുന്നോ? ഈ ജപ്പാൻകാര് കുറച്ചധികം പെട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാട്ടിൽ എവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പെട്ടികൾ എടുക്കാനാണ് അന്ന് അവര് ആ ഒരു വണ്ടികളുമായിട്ട് പോയത്, കുറച്ച് കാലി വണ്ടികൾ. അങ്ങനെ ആ പ്രകാരം ഇവരെല്ലാരും കൂടെ കാട്ടിൽ ചെന്ന് അന്വേഷിച്ച് കുറച്ചധികം പെട്ടികൾ കണ്ടുപിടിക്കുന്നുണ്ട്. ആ പെട്ടിക്കകത്ത് മുഴുവനും സ്വർണ്ണമാണ്. ആ സ്വർണം വിറ്റാൽ മാത്രം മതി, ഇവർക്ക് യുദ്ധം ചെയ്യാനുള്ള പണം മുഴുവനും കിട്ടും. അങ്ങനെ ആ സന്തോഷത്തിൽ ലിന്നും കൂട്ടുകാരിയും കൂടെ പെട്ടി നോക്കി നിൽക്കുമ്പോൾ കൂട്ടുകാരിയുടെ ടീംസ് ആണെങ്കിൽ ഒരു വലയെടുത്ത് ലിന്നിന്റെയും കൂട്ടുകാരിയുടെയും മുകളിൽ കൂടെ ഇടുകയാണ്. എല്ലാവരും ലിന്നിന്റെയും കൂട്ടുകാരിയുടെയും എതിരായി. ഇവർക്ക് രാജാവുമായിട്ട് യുദ്ധം ചെയ്യണ്ട, പകരം ഈ പണമായിട്ട് ഇവിടെ നിന്ന് പോയി നല്ല രീതിയിൽ ജീവിച്ചാൽ മാത്രം മതി. കൂട്ടുകാരി അവളുടെ ടീംസിനോട് അഴിച്ചു വിടാനായിട്ട് പറയുമ്പോൾ അവരാരും കേൾക്കുന്നില്ല. കൂട്ടുകാരികളിൽ ലിന്നിനെ അവിടെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ഇവരെല്ലാരും കൂടെ അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങും. എന്നാൽ ഇവരെ കെട്ടിയിട്ടതിലാകെ വിഷമമുള്ളത് ആ ഒരു സർക്കസിലൊക്കെ പങ്കെടുക്കുന്ന പയ്യന് മാത്രമാണ്. അവൻ എന്നെ വിടും, ഞാൻ ഇവരുടെ കൂടെ നിന്നോളാന്ന് പറയുമ്പോൾ അവർ വലിച്ചെടുത്തോണ്ട് പോകും. എന്നാൽ ഇവർ മോശപ്പെട്ട ആൾക്കാരൊന്നും അല്ല. ലിന്നിനെയും കൂട്ടുകാരെയും കൊന്നു കളഞ്ഞൊന്നുമില്ലല്ലോ പൈസയ്ക്ക് വേണ്ടിയിട്ട്. എന്നാൽ രാജാവിനെതിരെ യുദ്ധം ചെയ്ത് നിൽക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. ഈ പണം ഉണ്ടെങ്കിൽ പുതിയൊരു ഗ്രാമം തന്നെ കെട്ടി ഉയർത്താനായിട്ട് സാധിക്കും. അങ്ങനെ അതിനായിട്ട് പോകുമ്പോൾ അതിലൊരു തലവനുണ്ട്. അങ്ങർക്ക് വിഷമം ഈ കുഞ്ഞിപ്പയ്യന്റെ വിഷമം കണ്ടിട്ട്, നീ തിരിച്ചു പൊയ്ക്കോ, അവരുടെ കൂടെ പൊയ്ക്കോ, നിനക്ക് അതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്തോന്ന് പറയുമ്പോൾ അവൻ കെട്ടുവഴിച്ചിട്ട് അവിടെ നോടും. പിന്നീട് ഇവരെല്ലാരും കൂടെ പുതിയ ഗ്രാമം കെട്ടി ഉയർത്താനുള്ള സന്തോഷത്തിൽ അങ്ങനെ നടന്നു പോവാണ് ആ പണം കൊണ്ട്, പെട്ടി കണക്കിന് സ്വർണമായിട്ട്. അങ്ങനെ നടന്നു പോകുമ്പോഴാവട്ടെ പെട്ടെന്ന് തന്നെ തോക്കിന്റെ ശബ്ദം കേൾക്കാം. ഒരാൾ മരണപ്പെട്ട് വീണിട്ടുണ്ട്. നോക്കുമ്പോൾ ആ കാട്ടിൽ കുറച്ചധികം പട്ടാളക്കാർ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. നേരത്തെ ഒരു പട്ടാളം ടീമിനെ ഫോം ചെയ്തില്ലായിരുന്നു. കൊറിയനും ജപ്പാനുമായിട്ട് സ്വർണം എടുത്തോണ്ട് വരാനായിട്ട് കൂട്ടുകാരൻ ഫോം ചെയ്ത ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് വന്നിട്ട് എല്ലാരെയും വെടിവെച്ച് കൊന്നു കളയും. ആ സ്വർണം എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. കൂടെ തന്നെ കൂട്ടുകാരനും ഉണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ സർക്കസിൽ പണിയെടുക്കുന്ന കുഞ്ഞിപ്പയ്യൻ കണ്ടു നിൽക്കുന്നുണ്ട്. അവൻ തിരിച്ചു ഓടി വന്ന് ലിനിനെയും അതുപോലെ തന്നെ കൂട്ടുകാരിനെ അഴിച്ചു വിട്ടിട്ട് അവരോട് വിവരം പറയും. അവരെല്ലാരും കൂടെ ആകെ വെപ്രാളപ്പെട്ട് അവിടെ തിരിച്ചു വന്ന് നോക്കുമ്പോഴാവട്ടെ എല്ലാരും മരണപ്പെട്ട് കിടക്കുന്നു. അതുപോലെ തന്നെ ഈ മരണപ്പെട്ട് കിടക്കുന്ന ആൾക്കാർക്ക് തലയില്ല. ആ തല രാജാവിനെ കാണിക്കാനായിട്ട് വെട്ടിയെടുത്തോണ്ട് പോയി. ഒരു മൃതശരീരത്തിനകത്ത് കത്തിക്ക് കുത്തി വെച്ചേക്കുന്നുണ്ട്.
ആ കത്തി ലിന്നിന്റെ കത്തിയാണ്. ലിന്നിന്റെ നിന്ന് പിടിച്ചു വാങ്ങിച്ച കത്തിയാണ്. അതിനകത്ത് ലിന്ന് വാണ്ടഡ് ആണെന്നും അതുപോലെ തന്നെ അത് എഴുതി വെച്ചത് കൂട്ടുകാരനാണെന്നും അതിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നീട് നേരത്തെ പെട്ടികൾ എടുത്തോണ്ട് പോയ പട്ടാളക്കാര് അവര് നേരെ ചെല്ലുന്നത് കടൽ തീരത്താണ്. ഇവിടെ വെച്ചായിരുന്നു കൂട്ടുകാരനും അതുപോലെ തന്നെ ജപ്പാൻ കമാൻഡറും ഒരു ഡിമാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണങ്ങളെല്ലാം അവർക്ക് ജപ്പാനിലോട്ട് തിരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷിപ്പിനെ കാത്തു നിൽക്കുകയാണ്. പക്ഷേ കൂട്ടുകാരന്റെ ടീംസിന്റെയും സ്വഭാവം പെട്ടെന്ന് തന്നെ മാറാണ്. അവര് ജപ്പാൻ കമാൻഡർക്കെതിരെ തിരിയും. തോക്കെടുത്ത് ഒറ്റ പൊട്ടിയിലാണ് ജപ്പാൻ കമാൻഡറിനെയും ടീംസിനെയും കൊന്നു കളയാനായിട്ട്. ആ സ്വർണം കൊണ്ട് രാജാവിന്റെ അടുത്ത് പോകാനായിട്ടാണ് കൂട്ടുകാരൻ അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ഈ കമാൻഡറിനൊക്കെ അവരുടെ ചതി നേരത്തെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. തോക്കിൽ എന്തോ ഒരു പരിപാടി ചെയ്തു വെച്ചതും ഈ പൊട്ടിക്കുന്ന നേരത്ത് തോക്കിൽ നിന്ന് ഉണ്ട പോകുന്നില്ല, മുമ്പോട്ട് പോകുന്നില്ല. പകരം പിന്നിലുള്ള തോക്ക് പൊട്ടിച്ച പട്ടാളക്കാരുടെ ദേഹത്തെല്ലാം ഉണ്ട തെറിക്കുകയാണ്. കുറെ അധികം ആൾക്കാർ അവശതയിലായി താഴെ വീഴുന്നുണ്ട്. ഇത് കണ്ടതും ജപ്പാൻ പട്ടാളക്കാരെല്ലാരും കൂടെ ചിരിക്കും. നിങ്ങളുടെ കള്ളത്തരങ്ങളും ചതികളും നമുക്ക് നേരത്തെ മനസ്സിലായതായിരുന്നു, നമ്മൾ അങ്ങ് പൂട്ടിക്കളയാന്ന് നീയൊക്കെ വിചാരിച്ചോ? നമുക്ക് ഫൈറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ കൂട്ടുകാരനും ജപ്പാൻ പട്ടാളക്കാരും തമ്മിൽ ഫൈറ്റ് ആവും. ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് കൂട്ടുകാരിയും അതുപോലെ തന്നെ സർക്കസിലെ പയ്യനും മുകളിൽ ഒരു കാട്ടിൽ നിൽപ്പുണ്ട്. ഇവർക്ക് മനസ്സിലായി ഈ രണ്ട് പട്ടാളക്കാർക്ക് പ്രാന്താണെന്ന്. അവസാനം കൂട്ടുകാരൻ ഫൈറ്റ് ചെയ്ത് അവിടെയെല്ലാം മഞ്ഞ് വന്ന് മൂടാനായിട്ട് തുടങ്ങി. കാലാവസ്ഥ മാറി തുടങ്ങി. എല്ലാത്തിനെയും മഞ്ഞിന്റെ കീഴിൽ ഒളിച്ചിരുന്ന് വെട്ടി കൊല്ലാനായിട്ട് തുടങ്ങി. ഇനി ആ കമാൻഡറും കുറച്ച് പട്ടാളക്കാരും മാത്രമേ ഉള്ളൂ ബാക്കി. കമാൻഡറിന്റെ അടുത്തോട്ട് ചെല്ലും. അവിടെ നിൽക്കുന്ന ഒരാളെ കൂടെ വെട്ടിയിടും. പിന്നെ ഈ കമാൻഡറും അതുപോലെ തന്നെ കൂട്ടുകാരനുമായിട്ട് ഫൈറ്റ് ചെയ്യും. അന്നേരമായിരിക്കും നമ്മുടെ ലിന്നിന്റെ എൻട്രി. ലിന്ന് നല്ല വൈരാഗ്യത്തിലാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ കൂട്ടുകാരനാണ് ജനറൽ ലിന്നെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരെയും കൊന്നതെന്ന് ഈ ലിൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവരുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണ കാരണമാണ് ഇത്രയധികം കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത്. എന്നാൽ ഇതറിയാതെ ലിന്നും അതുപോലെ തന്നെ കൂട്ടുകാരനും പിന്നെ കമാൻഡറുമായിട്ട് ഫൈറ്റ് ആവും. ജപ്പാൻ കമാൻഡറുമായിട്ട് മൂന്നുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി കൊല്ലാനായിട്ട് ശ്രമിക്കും. അങ്ങനെ മൂന്നുപേരും വെട്ടി കൊല്ലാനായിട്ട് ശ്രമിക്കും. ഇതിന്റെ ഇടയിൽ തന്നെ അവർക്ക് പരിക്കേൽക്കുന്നുണ്ട്. ഇതേ നേരം കൂട്ടുകാരിയും അതുപോലെ തന്നെ സർക്കസിലെ പയ്യനും കൂടെ വന്നിട്ട് വേറെ കുറച്ച് പട്ടാളക്കാരുണ്ടായിരുന്നു, ജപ്പാൻ പട്ടാളക്കാരും കൊറിയൻ പട്ടാളക്കാരും. അവരെ എല്ലാരെയും അടിച്ച് ബോധം കെടുത്തി കളയാണ്. കുറച്ചധികം ആൾക്കാരെ കൊന്നും കളയുന്നുണ്ട്. അങ്ങനെ ഈ ഫൈറ്റിന്റെ ഇടയിൽ കൂട്ടുകാരി കുറെ അധികം ആൾക്കാർ അടിച്ചിട്ടെങ്കിലും ഒരാൾ വന്ന് കൂട്ടുകാരിനെ താഴെ അടിച്ചിടും. ഇത് കാണുന്ന സർക്കസിലെ പയ്യൻ അവനെ ആക്രമിക്കാനായിട്ട് ചെല്ലുമ്പോൾ ആ പട്ടാളക്കാരൻ ഒരു കത്തിയെടുത്ത് അവന്റെ മുഖത്ത് നോക്കി ഒറ്റ വെട്ടാണ്. കുഞ്ഞി പയ്യൻ താഴെ വീണുപോയി. അവൻ എണീക്കാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഇത് കാണുന്ന കൂട്ടുകാരിക്ക് ആകെ വിഷമവും ദേഷ്യവും എല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ട് അവളുടെ കയ്യിൽ ഒരു വലിയ ആയുധമുണ്ട്. അതെടുത്ത് അവനെ അടിച്ച് താഴെ ഇട്ട് പലതവണയായിട്ട് അടിച്ചടിച്ച് കൊന്നുകളയും. ഈ നേരം ലിന്നും അതുപോലെ തന്നെ ആ ഒരു ജപ്പാൻ കമാൻഡറുമായിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്. എന്നാൽ ഈ ജപ്പാൻ കമാൻഡറിനെ കുറച്ചു നേരത്തേക്ക് അടിച്ചിട്ടിട്ട് ലിൻ വന്ന് കൂട്ടുകാരനുമായിട്ട് ഫൈറ്റ് ചെയ്യും. ഈ കൂട്ടുകാരനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന നേരത്ത് കൂട്ടുകാരൻ വിളിച്ചു പറയുന്നുണ്ട്, നീ ഒരു മഹാനാറിയായിട്ടുള്ള ചതിയനാടാ. നീ എന്റെ കുടുംബത്തിന് മൊത്തം കൊന്നുകളഞ്ഞു, തീയിലിട്ട് കൊന്നുകളഞ്ഞു. എന്റെ ഭാര്യ, എന്റെ കുഞ്ഞ്, എന്റെ അച്ഛൻ, എന്റെ അമ്മ എല്ലാരും നീ പറഞ്ഞതുപോലെ കൊന്നു. ഇത് കേൾക്കുമ്പോൾ ലിന്നിന് എന്തോ ഒരു മാറ്റം പോലെ. അവൻ ഇതൊന്നും ചെയ്തിട്ടില്ല. ലിൻ അനങ്ങാതെ അങ്ങനെ നിൽക്കും. നീ എന്താടാ വിചാരിച്ച ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തെന്നോ? ഇത് പറയുമ്പോഴേക്കും കൂട്ടുകാരൻ കത്തിയെടുത്ത് നീ ഒരു കള്ളനാന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ കുത്തി കയറ്റും. എന്നാലും ലിന്നൊന്നും ചെയ്യത്തില്ല. ലിൻ അവനോട് സത്യങ്ങൾ പറയാനായിട്ട് തുടങ്ങും. എടാ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിന്റെ ഭാര്യയാണ് കുഞ്ഞിനെയും കൊണ്ട് ആ ഒരു തീയിലോട്ടെടുത്ത് ചാടിയത്. ഞാൻ അവളെ രക്ഷിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. ഇത് കേൾക്കുമ്പോഴാണ് കൂട്ടുകാരന് മനസ്സിലാവുക ഈ 7 വർഷം ലിന്നിനെ കൂട്ടുകാരൻ തെറ്റിദ്ധരിച്ചതാണ്. ആ ഒരു തെറ്റിദ്ധാരണയുടെ ഫലമായിട്ടാണ് ഈ യുദ്ധങ്ങളെല്ലാം നടന്നത്. ഈ വൈരാഗ്യം ഇത്രയധികം കൂടി വന്നത്. അതുപോലെ ലിന്നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. അത് കാണുമ്പോഴാണ് ഈ ഒരു കൂട്ടുകാരൻ അത്രയധികം വിശ്വാസം വരിക. അന്നേരമായിരിക്കും ജപ്പാൻ പട്ടാളക്കാരൻ അവരെ ആക്രമിക്കാനായിട്ട് വരിക. കൂട്ടുകാരൻ ഈ ഒരു വിവരം അറിഞ്ഞ് ആകെ സ്റ്റക്കായി ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരനൊന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. കൂട്ടുകാരന്റെ ദേഹത്ത് ഏൽക്കാതിരിക്കാനായിട്ട് ലിൻ അവനെ സംരക്ഷിക്കും. കത്തി വെച്ച് ജപ്പാൻ പട്ടാളക്കാരനുമായിട്ട് ഫൈറ്റ് ചെയ്യും. ആ കമാൻഡറിലെ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. എന്നാൽ ഈ ഫൈറ്റിന്റെ ഇടയിൽ ലിന്നിന് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ലിന്നിന്റെ ദേഹത്ത് ഏൽക്കാനായിട്ട് വരുമ്പോൾ കൂട്ടുകാരൻ പെട്ടെന്ന് കയറി തടയാണ്. ഇവരുടെ പഴയ ഫ്രണ്ട്ഷിപ്പ് തിരിച്ചു വന്നിട്ടുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ. ലിൻ താഴെ വീണ് കിടക്കുന്ന സമയത്ത് കൂട്ടുകാരനാണ് ആ ഒരു ജപ്പാൻ പട്ടാളക്കാരനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്, ആ ഒരു കമാൻഡറുമായിട്ട്. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന നേരത്ത് ജപ്പാൻകാരന്റെ അടുത്ത് കൂട്ടുകാരനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. പലതവണയായിട്ട് കൂട്ടുകാരനെ അവിടെ വെച്ച് തന്നെ കുത്തി അവശനാക്കി താഴെ ഇടുന്നുണ്ട്. ഇത് കാണുന്ന ലിൻ പെട്ടെന്ന് തന്നെ അടുത്തോട്ട് ചെല്ലുകയാണ്. നല്ല വൈരാഗ്യമാവുന്നുണ്ട്. സ്വന്തം കൂട്ടുകാരനെയാണ് ഇങ്ങനെ കുത്തിയിട്ടേക്കുന്നത്. ലിൻ വാളും എടുത്ത് ജപ്പാൻ കമാൻഡറുമായിട്ട് ഫൈറ്റ് ചെയ്യും. നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും. ഈ ഫൈറ്റിന്റെ ഇടയിൽ ജപ്പാൻ കമാൻഡറിന്റെ 2 കൈയും വെട്ടിക്കളയും. ജപ്പാൻ കമാൻഡറിന് ഇനി ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. യുദ്ധം തോറ്റു കഴിഞ്ഞു. കത്തിയെടുത്ത് കഴുത്തിലൂടെ കുത്തിയങ്ങ് ഇറക്കും. ആ ഒരു ജപ്പാൻ കമാൻഡറിനെ കൊന്നതിന് ശേഷം തിരിച്ചു വരുവാണ്. കൂട്ടുകാരന്റെ അടുത്ത് തിരിച്ചു വരുവാണ്. കൂട്ടുകാരനെ രക്തത്തോടെ മടിയിലെടുത്ത് കിടത്തിയിട്ട് അവനോട് ക്ഷമ പറയും. കൂട്ടുകാരൻ തിരിച്ച് ക്ഷമ പറയും. ഇത്രയും നാൾ അവര് രണ്ടുപേരും തെറ്റിദ്ധരിച്ചില്ലേ? എന്നാൽ ഈ ക്ഷമ പറഞ്ഞതും കൂട്ടുകാരൻ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോകുന്നുണ്ട്. കാരണം അത്രയധികം രക്തം പോയിട്ടുണ്ട്, അത്രയധികം കുത്തു കിട്ടിയിട്ടുണ്ട്. ആ ഒരു വിഷമത്തില് ലിൻ അങ്ങനെ ഇരിക്കുകയാണ്. നല്ലൊരു കൂട്ടുകാരനെ നഷ്ടപ്പെട്ടു പോയി. അത് മാത്രമല്ല ഇത്രയും നാൾ ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇവര് തമ്മിൽ യുദ്ധം ചെയ്തത്. അത്രയും വൈരാഗ്യത്തോടെ ഇരുന്നത്. ഈ
യുദ്ധങ്ങളെല്ലാം നടന്നത്. ആ ഒരു കുറ്റബോധത്തിൽ ലിൻ അങ്ങനെ ഇരിക്കുകയാണ്. കട്ട് ചെയ്താൽ പിറ്റേന്നാവുമ്പോൾ രാജാവ് അവിടെ കൊട്ടാരം പണിയാനുള്ള പ്ലാനിലിരിക്കുകയാണ്. ജപ്പാൻകാരുടെ ആ ഒരു സ്വർണ്ണമൊക്കെ ഇപ്പൊ കൊണ്ടുവരുമല്ലോ. അങ്ങനെ ആ ഒരു ചിന്തയിൽ ഇരിക്കുമ്പോഴായിരിക്കും ഒരാൾ വന്ന് പറയുക, പുറത്ത് കുറച്ചധികം പെട്ടികൾ ആരെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ട്, എന്നാൽ ആരാണെന്ന് അറിയത്തില്ല എന്ന്. ഇത് കേട്ടത് രാജാവ് സന്തോഷത്തോടെ അങ്ങോട്ട് ചെല്ലും. ഇറങ്ങി ഓടി അടുത്തോട്ട് ചെല്ലുകയാണ്. ആ ഒരു പെട്ടിയിൽ എന്താണെന്ന് അറിയാനായിട്ട് ഭടന്മാരോട് അത് അടിച്ചു പൊട്ടിക്കാനായിട്ട് പറയും. അതിലൊരു ഭടൻ ഒരു പെട്ടി അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. അത് കാണാനായിട്ട് രാജാവ് അടുത്തോട്ട് ചെല്ലും. ചെന്ന് നോക്കുമ്പോൾ ആ പെട്ടിയിൽ മറ്റൊന്നുമല്ല, കുറെ അധികം ഉപ്പുകളാണ്. ഇതിനകത്ത് വല്ല സ്വർണ്ണം ഉണ്ടെന്ന് വിചാരിച്ച് രാജാവ് അത് മറിച്ചിടാനായിട്ട് പറയും. അങ്ങനെ മറിച്ചിട്ട് നോക്കുമ്പോൾ അതിനകത്ത് കുറെ അധികം എന്തൊക്കെ സംഭവങ്ങളാണ്. രാജാവ് അത് എന്താണെന്ന് അറിയാനായിട്ട് എടുത്തിങ്ങനെ നോക്കുമ്പോൾ അത് മറ്റൊന്നുമല്ല, അത് കുറെ അധികം മനുഷ്യരുടെ മൂക്കുകളാണ്. ഇത് കണ്ട് രാജാവ് ആകെ പേടിയാണ്. കൊട്ടാരം പണിയാൻ പൈസയും കിട്ടിയില്ല, കുറെ അധികം മനുഷ്യരുടെ മൂക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ചെയ്തത് മറ്റാരുമല്ല, നമ്മുടെ ലിന്നിന്റെ പരിപാടിയാണ്. കൊറിയൻ സൈന്യത്തില് ജപ്പാൻകാരെ എടുത്താൽ ഇങ്ങനെ വരും, അതിമോഹ ആപത്താണെന്ന് കാണിച്ചുകൊണ്ട് ലിൻ ചെയ്ത പരിപാടിയാണ്. എന്നാൽ രാജാവിന് ഇത് അറിയത്തില്ല. കൊട്ടാരം പണിയുള്ള പൈസ കിട്ടിയിട്ടില്ല. ആ സ്വർണ്ണം എല്ലാം ലിന്നും അതുപോലെ തന്നെ കൂട്ടുകാരെയും മാറ്റി വെച്ചിട്ടുണ്ട്. എന്തോ ഒരു ആവശ്യത്തിനായിട്ട്, ചിലപ്പോൾ ഗ്രാമം കെട്ടി ഉയർത്താനായിട്ടായിരിക്കും അത് മാറ്റി വെച്ചിട്ടുണ്ടാവുക. കട്ട് ചെയ്താൽ ലിന്നിനെയാണ് കാണിക്കുന്നത്. ലിൻ നടന്നൊരു ഉത്സവമൊക്കെ നടക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവിടെ തന്നെ കൂട്ടുകാരിയാണെങ്കിൽ സർക്കസിൽ പങ്കെടുക്കുന്ന ആ പയ്യൻ ഉത്സവത്തിൽ എന്തോ ഒരു കലാരൂപം പങ്കുവെക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ലിന്നും കൂടെ പോയി നിന്ന് കാണുകയാണ്. അങ്ങനെ ഉത്സവം ആഘോഷിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ പറയൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.